ഏപ്രിൽസ് ഗുഡ് സ്റ്റോറീസിലേക്ക് ഏവർക്കും സ്വാഗതം. ജോസി വാഗമറ്റം എഴുതിയ നോവൽ ചാവുകടൽ. അധ്യായം 1. തൈമാപ്പറമ്പിൽ ആഞ്ചലോസിൻ്റെ കല്യാണമായിരുന്നു ഇന്ന്. ചേന്നവേലിപ്പള്ളിയിൽ വെച്ച് കല്യാണക്കുറി അച്ചടിച്ച് ചെല്ലിക്കടപ്പുറത്തുകൂടി വിതരണം ചെയ്തിട്ടുണ്ടായിരുന്നു. ആഞ്ചലോസിൻ്റെ ബന്ധുക്കൾക്കും സുഹൃത്തുക്കൾക്കും മാത്രമല്ല, കഴിഞ്ഞ ദിവസങ്ങളിൽ ചെല്ലിക്കടപ്പുറത്ത് മീനെടുക്കാൻ വന്നവർക്ക് പോലും കല്യാണക്കുറി കിട്ടിയിട്ടുണ്ടായിരുന്നു. അതിൽ സുവർണ ലിപികളിൽ ഇങ്ങനെ അച്ചടിച്ചിരുന്നു: വിവാഹക്ഷണക്കത്ത്, ചെല്ലിഭാഗം. തൈമാപ്പറമ്പിൽ പരേതനായ അന്ത്രയോസിൻ്റെയും കുഞ്ഞന്നയുടെയും മകൻ ആഞ്ചലോസും അന്തേരി കുരിശുങ്കൽ ദേവസിക്കുട്ടിയുടെയും റോസ്ലിൻ്റെയും മകൾ എമിലിയും തമ്മിലുള്ള വിവാഹം 1985 സെപ്റ്റംബർ മാസം 2-ാം തീയതി തിങ്കളാഴ്ച ചിങ്ങം 18 ചേന്നവേലിപ്പള്ളിയിൽ വെച്ച് നടത്താൻ നിശ്ചയിച്ചിരിക്കുന്നു. അന്നേ ദിവസം താങ്കൾ കുടുംബസമേതം വന്നു ചേർന്ന് മംഗളകർമ്മത്തിൽ സംബന്ധിക്കുകയും വധുവരന്മാരെ ആശീർവദിക്കുകയും ചെയ്യണമെന്ന് അഭ്യർത്ഥിക്കുന്നു. കല്യാണത്തിൽ പങ്കെടുത്ത് സദ്യയുണ്ട് വയറും മനസ്സും നിറഞ്ഞ ചെല്ലിക്കടപ്പുറത്തുകാർ മടക്കത്തിൽ തമ്മിൽ പറഞ്ഞു: ഉമ്മടെ ആഞ്ചലോസിൻ്റെ കല്യാണം പൊടിച്ചൂട്ടാ. അവൻ്റെ പെണ്ണിനെ കണ്ടോ? ഈ ചെല്ലിഭാഗം കരയിൽ ഇത്രയും ചന്തമുള്ള പെണ്ണ് വേറെ ഏതുണ്ട്? അത് ശരിയാണിട്ടാ, അവൻ്റെ ഭാഗ്യമാണേ. നമ്മുടെ കാരക്കാട്ടെ പെൺകുട്ടികൾക്കുണ്ടോ ഇത്രയും സൗന്ദര്യം? ഞാൻ കണ്ടിട്ടില്ല. അർത്തുങ്കപ്പള്ളി പെരുന്നാളിന് പോലും ഇതുപോലൊരു സുന്ദരിയെ. അന്തേരി കടപ്പുറത്ത് അങ്ങനെ ഒരെണ്ണം ഉണ്ടായിരുന്നോ? എപ്പോൾ വളർന്നു വന്നു? ആര് കണ്ടു? അങ്ങനെ ഒരുപാട് കയറ്റിപ്പറയണ്ട. അമ്മയുടെ ആഞ്ചലോന് എന്താ കുറവ്? സുന്ദരനല്ലേ? അവനെപ്പോലെ ചങ്കൂറ്റം ഈ ചെല്ലിക്കടപ്പുറത്ത് ആർക്കുണ്ട്? അവനെ കിട്ടിയത് ആ പെണ്ണിൻ്റെ ഭാഗ്യമെന്ന് പറയുക. അതിനും ആരും എതിര് പറഞ്ഞില്ല. കാരക്കാട്ട് സൈമൺ തരകൻ ആഞ്ചലോസിൻ്റെ കല്യാണത്തിന് പോയില്ലെങ്കിലും അവൻ കല്യാണം കഴിച്ച പെണ്ണിനെക്കുറിച്ച് ധാരാളം കേട്ടു. എമിലി. അയാൾ പിറുപിറുത്തുകൊണ്ട് 2-ാം നിലയുടെ ടെറസിലൂടെ നടന്നു. പിന്നെ അന്തേരി കടപ്പുറം ഭാഗത്തേക്ക് നീണ്ട നോട്ടം നോക്കി. അവിടെ എവിടെയായിരുന്നടാ പൊന്നപ്പ അവളുടെ വീട്? എനിക്കറിയാൻ പാടില്ല മുതലാളി. കല്യാണത്തിന് പോയിരുന്നെങ്കിൽ കാണാമായിരുന്നു അല്ലേടാ? മുതലാളി ഒരു കാര്യം ചെയ്താൽ മതി. ഒരു സമ്മാനം വാങ്ങിച്ച് കാറിൽ വെച്ചോണ്ട് വൈകുന്നേരം വീട്ടിലോട്ട് ചെന്നാട്ടെ. സ്ഥലത്തില്ലാത്തതുകൊണ്ട് കല്യാണത്തിന് വരാൻ പറ്റിയില്ല. ഇതങ്ങോട്ട് വെച്ചോ ആഞ്ചലോ എന്നും പറഞ്ഞ് അത് കയ്യിലോട്ട് കൊടുത്തേക്കണം. നിന്റെ പെണ്ണിനെ കണ്ടില്ലല്ലോ എന്ന് പറഞ്ഞ അവൻ വിളിച്ച് കാണിച്ചു തരും. അടുത്ത് കാണാലോ മുതലാളിക്ക്. അതു കൊള്ളാമെന്ന് സൈമൺ തരകന് തോന്നി. അയാൾ തിരിഞ്ഞ് തൻ്റെ പരിചാരകനെ നോക്കി. നിനക്കിത്രയ്ക്ക് ബുദ്ധി വേണ്ട കേട്ടാ. മുതലാളിയുടെ ഇഷ്ടം. വൈകുന്നേരം സൈമൺ തരകൻ അർത്തുങ്കൽ പോയി ഒരു സ്റ്റേഷനറി കടയിൽ നിന്ന് സ്ഫടികക്കൂട്ടിലടച്ച താജ്മഹൽ ശില്പം തിരഞ്ഞെടുത്തു. വർണ്ണക്കടലാസിൽ പൊതിഞ്ഞു വാങ്ങി കാറിൻ്റെ മുൻസീറ്റിൽ വെച്ച് ആഞ്ചലോസിൻ്റെ വീട്ടിലേക്ക് തിരിച്ചു. ആദ്യ രാത്രിയാണ് ആഞ്ചലോസിനും എമിലിക്കും. നേരം എത്രയായിന്നറിയോ? എമിലി ചേർന്ന് കിടന്ന് ആഞ്ചലോസിൻ്റെ കാതിൽ മന്ത്രിച്ചു. വെളുത്തില്ലല്ലോ, പിന്നെന്താ? ആഞ്ചലോസ് ചെറുന്നനെ ചിരിച്ചു. എമിലി ഒരു വശം ചെരിഞ്ഞ് അവൻ്റെ കക്ഷത്തിനടിയിൽ മുഖമണച്ച് നെഞ്ചിൽ വലങ്കൈ ചുറ്റിക്കിടന്നു. കടലാരവത്തിലേക്ക് കാതോർത്തു. നിശബ്ദയായി കിടന്നിട്ട് അവൾ ചോദിച്ചു: ഇതെന്താ ഇവിടെ ഇത്രയും മെരമ്പല്? പകലില്ലായിരുന്നല്ലോ. ഏറ്റത്തിന് കടലടിക്കുന്ന ഒച്ചയാ. ഇന്ന് കടൽ കൂടുതലാ. എന്നും പോവോ കടലിപ്പണിക്ക്? പണിയുണ്ടെങ്കിൽ പോണമെടി. എനിക്ക് പേടിയാ. എന്തിനാ പേടിക്കണത്? കരയിലുള്ളത്ര അപകടം കടലിലില്ല പെണ്ണെ. കടലിൽ പണിയല്ലാണ്ട് വേറെ എന്തേലും ചെയ്താലോ? നീ എന്താടി പെണ്ണെ പറയണ? കടലിൽ കിടക്കണ പൊന്നും മുത്തും വേണ്ടാന്ന് വെച്ചിട്ട് വേറെന്ത് ചെയ്യാൻ? എമിലിക്ക് ഉത്തരമില്ല. കരപ്പണിക്ക് പോയ 10-20 കിട്ടും. മതിയാ. എൻ്റെ 2 പെങ്ങന്മാരെ കെട്ടിക്കണ്ടേ? നമുക്കൊരു വീട് വെക്കണ്ടേ? നല്ല പണിയുണ്ടെങ്കിൽ ദിവസം 200-300 ഒക്കെ കിട്ടും കടലിൽ നിന്ന്. ചിലപ്പോൾ 1000 കിട്ടിയെന്നിരിക്കും. അതറിയാവോ നിനക്ക്? മുത്തു വാരുന്നവൻ കക്ക വാരാൻ പോകുകൂടി. ആഞ്ചലോസിന് കടമകളും കടപ്പാടുകളുമുണ്ട്. അതിനേക്കാൾ വലിയ സ്വപ്നങ്ങളുമുണ്ട്. സ്വന്തമായി വള്ളം, വലകൾ, മേൽക്കൂര, കോൺക്രീറ്റ് വാർത്ത മൊസൈക്കിട്ട വീട്. അവൻ അതെല്ലാം എമിലിയോട് പറഞ്ഞു. അപ്പനും അമ്മയും 5 മക്കളും വല്യമ്മച്ചിയും വല്യപ്പച്ചനും അടങ്ങുന്ന കുടുംബമായിരുന്നു. മൂത്ത ജ്യേഷ്ഠൻ പ്രായപൂർത്തിയാകും മുൻപ് നാടുവിട്ട് എങ്ങോ പോയി. അവൻ തിരിച്ചെത്താൻ വേണ്ടി അമ്മ എല്ലാ വർഷവും അർത്തുങ്കൽ പള്ളിയിൽ നേർച്ച വഴിപാടുകൾ കഴിക്കുന്നുണ്ട്. ഇളയ 2 പേർ പെൺകുട്ടികളാണ്. അപ്പൻ്റെ അത്യാഹിത മരണം കനത്ത ആഘാതമായിരുന്നു. വള്ളം കരയ്ക്കടുപ്പിച്ച് മീൻ കോരുമ്പോൾ തിരയടിച്ച് വള്ളത്തിൻ്റെ അമരപ്പടി നെഞ്ചത്ത് ഊക്കോടെ ഒരിടിയിടിച്ചു. വെള്ളത്തിലേക്ക് കുഴഞ്ഞു വീണ അപ്പനെ അപ്പോൾ തന്നെ ആശുപത്രിയിലേക്ക് കൊണ്ടുപോയെങ്കിലും
അവിടെ എത്തുന്നതിന് മുൻപ് തന്നെ മരണം സംഭവിച്ചു. അതോടെ കുടുംബം അനാഥമായി. അമ്മ തീരെ ദുഃഖത്തിലായിരുന്നു. പക്ഷേ മക്കളെ വളർത്തിയേ തീരൂ. പ്രായം ചെന്ന മാതാപിതാക്കളെ സംരക്ഷിക്കണം. അമ്മ ഓലമെടഞ്ഞു വിറ്റാണ് കുടുംബം പോറ്റിയത്. ബിഷപ്പായിരുന്നു ലോകത്തിലേക്ക് വച്ച് ഭീകരജീവി. 6ാം ക്ലാസ്സിൽ പഠിപ്പ് നിർത്തി. 12ാം വയസ്സിൽ കടലിൽ ഇറങ്ങിയതാണ്. പട്ടിണിയോളം വലിയ ദുരിതം ഭൂമിയിൽ വേറെയില്ലെന്ന് തിരിച്ചറിവിലായിരുന്നു അത്. ഒരു നേരം മാത്രം ആഹാരം കഴിച്ച ദിവസങ്ങൾ അനവധി. ഭക്ഷണമില്ലാതെ കഴിച്ചുകൂട്ടിയ നാളുകളുമുണ്ട്. ആഞ്ചലോസ് അനുഭവിച്ച ചില സങ്കടങ്ങൾ കേട്ടപ്പോൾ എമിലിയുടെ കണ്ണു നിറഞ്ഞു. അവൾ അവൻ്റെ വലം കൈകൊണ്ട് അവനെ മുറുകെ പിടിച്ചു. ഒടുവിൽ അവൻ പറഞ്ഞു, സ്വന്തമായിട്ട് ഒരു വള്ളം, തരകൻ്റെ കയ്യിൽ നിന്ന് കടം വാങ്ങാതെ ഒരു വള്ളം. അത് അവൻ്റെ സ്വപ്നമാണ്. മീൻപിടുത്തക്കാരൻ്റെ അധ്വാനഫലം ചോർന്നു പോകുന്ന വലിയ ചോർച്ചയാണ് തരകൻ സ്ഥാനം. കടലിൽ നിന്ന് കരയ്ക്ക് കൊണ്ടുവരുന്ന മീനിന് വില നിശ്ചയിക്കുന്നത് തരകനാണ്. ലേലം വിളികൾ പരസ്യമായിട്ടാണ് നടത്തുന്നതെങ്കിലും അതിലും ചില കള്ളക്കളികളുണ്ട്. അതുകൂടാതെ ആകെ കിട്ടുന്ന വിലയുടെ 10-12% തരകൻ്റെ പോക്കറ്റിലേക്ക് പോകുന്നു. സ്വന്തമായി ഒരു വള്ളമുണ്ടെങ്കിൽ തരകൻ്റെ ചൂഷണത്തിൽ നിന്ന് ഒഴിവാകാം. ഇന്ന് വൈകുന്നേരം ഇവിടെ വന്ന ആളാണോ തരകൻ? എമിലി ചോദിച്ചു. അതാണ്. ആഞ്ചലോസ് സമ്മതിച്ചു. അയാൾ കടപ്പുറത്ത് വല്ലപ്പോഴുമേ വരൂ. അയാൾക്കടെ സിൽബന്തികള ലേലം വിളി. ചെല്ലിക്കടപ്പുറത്ത് വേറെ തരകന്മാരില്ല. അന്തേരിലുണ്ടല്ലോ. ഇവിടെയും തരകന്മാർ 4-5 എല്ലാം അയാൾക്കടെ ആളുകളാ. പുറത്തുനിന്ന് ഒരാൾ വന്നാൽ അയാൾ പറപ്പിക്കും. ദുഷ്ടനാ അല്ലേ? കാരക്കാട്ടുകാർ പണ്ടേ ദുഷ്ടന്മാരാ. സമ്മാനം കയ്യിലോട്ട് തരുമ്പോൾ അയാൾക്കടെ നോട്ടം കാണണം. എവിടേക്കാ നോക്കണേ? ആ കണ്ണ് കണ്ടാലറിയാം വഷളനാണെന്ന്. എമിലി അമർഷം പൂണ്ടു. അത് അയാൾക്കടെ സ്വഭാവം. പെണ്ണിനു വേണ്ടി എന്തും ചെയ്യും. കുറേ കഥകളുണ്ട്. ഓ, എനിക്ക് കേൾക്കണ്ട. നമുക്ക് വേറെ ഏതെല്ലാം നല്ല കാര്യങ്ങളോ പറയാനുണ്ട്. എന്നാ ഞാനൊരു നല്ല കാര്യം പറയട്ടെ. പറ. ആഞ്ചലോസ് അവൾക്ക് അഭിമുഖമായി തിരിഞ്ഞു കിടന്നു. അവളുടെ കാതിനോട് ചുണ്ടുകൾ ചേർത്ത് ചെവിത്തട്ടിൽ മൃദുവായി കടിച്ചു. എമിലി ഇക്കിളിപ്പൂണ്ട് അടക്കിച്ചിരിച്ചു. അടുത്ത വർഷം 1986 ജൂലൈ 3 എമിലി ഒരു പെൺകുഞ്ഞിനെ പ്രസവിച്ചു. ആഞ്ചലോസ് അവൾക്ക് ജാനറ്റ് എന്ന് പേരിട്ട് വിളിച്ചു. 6 മാസത്തിന് ശേഷം ആഞ്ചലോസ് ഒരു വള്ളം വിലയ്ക്ക് വാങ്ങി. അതിന് ജാനറ്റ് എന്ന് പേരിട്ടു. ജാനറ്റ് തിരമുറിച്ച് നീങ്ങുകയാണ്. പടിഞ്ഞാട്ടേക്ക് 6 പേർ തണ്ടു വലിക്കുന്നുണ്ട്. അമരത്ത് നൻപുമായി ആഞ്ചലോസ്. ഏറ്റമ്മ ആഞ്ചലോ, കടൽ ഇത്ര കൂടുന്നുണ്ട്. കണ്ടോ മൂരി വന്നേ? ആഞ്ചലോസ് നോക്കി. ശരിയാണ്. ചെറിയ തിരക്കുന്നുകൾ പൊടുന്നനെ രൂപമെടുക്കുന്നു. വള്ളത്തിന് നേരെ ആക്രമാസക്തി പൂണ്ട് കുതിക്കുന്നു. വള്ളത്തിൻ്റെ അണിയത്തിനെ മൂരി മുകളിലേക്ക് കുത്തി ഉയർത്തുന്നു. മൂരി കടന്നുപോയി കഴിയുമ്പോൾ വായുവിൽ നിന്ന് വള്ളം ഒറ്റ വീഴ്ചയാണ് കടലിലേക്ക്. ഉയരം കൂടിയ മൂരിയാണെങ്കിൽ അതിനു മീതെ ഉയർന്ന വള്ളം താഴേക്ക് പതിക്കുമ്പോൾ വള്ളപ്പലകകൾ പൊട്ടാനിടയുണ്ട്. പടികളൊടിയും. ചിലപ്പോൾ വള്ളം തന്നെ ഒടിഞ്ഞ് 2 കഷ്ണമായ സംഭവങ്ങളുമുണ്ട്. മൂരിക്ക് കുറുക്കനെ പിടിക്കേണ്ട ആഞ്ചലോ. നെട്ടനെ വെച്ചോ. തെക്ക് പടിഞ്ഞാറ്. വട്ടച്ചിറ ഔതക്കുട്ടി നിർദ്ദേശിച്ചു. ഔതക്കുട്ടി സീനിയറാണ്. ആഞ്ചലോസിനേക്കാളും കടലിൽ പോയ പരിചയമുണ്ട്. ആഞ്ചലോസ് വലക്കള്ളിയുടെ പിടിയിൽ നിന്ന് താഴെ ഇറങ്ങി. വെള്ളത്തിലേക്ക് കുനിഞ്ഞു നോക്കി. മീൻ പായുന്നുണ്ടോ? അയലയാണോ, മത്തിയാണോ, ചെമ്മീനാണോ? ആ പൊന്തിക്കിടക്കണ മീൻ ഏതാന്ന് നോക്കിയടാ, ആഞ്ചലോസ് ജോണപ്പനോട് പറഞ്ഞു. ജോണപ്പൻ കോരുവലയെടുത്ത് വകഞ്ഞടുപ്പിച്ചു. വട്ടമത്തിയ. വെള്ളം എത്രയാണെന്ന് നോക്ക്. മോൻസി ചരടിനറ്റത്ത് കെട്ടിയ തൂക്കുകെട്ട് എടുത്ത് കടലിലേക്ക് എറിഞ്ഞു. ആഴം അളന്നു നോക്കിയിട്ട് പറഞ്ഞു. 4 ഭാഗം പോരാ, 2 ഭാഗം കൂടെ പോട്ടെ. വലിക്കാർ തണ്ടുവലിച്ച് തുഴഞ്ഞു. കുറച്ചു ദൂരം തെക്ക് പടിഞ്ഞാറ് നീങ്ങി. ആകാശത്ത് കാറും കോളുമുണ്ട്. കിഴക്ക് പുകമഞ്ഞു മൂടിയ പോലെ കര കാണാം. നിർത്ത്. ആഞ്ചലോസ് നിർദ്ദേശിച്ചു. അത് പൊലപ്പല്ലേ? മോൻസിയും റോബർട്ടും എഴുന്നേറ്റ് നിന്ന് നോക്കി. ശരിയാണ്, മീൻ പൊലപ്പ്. ലാസർ ചേട്ടാ, ആഞ്ചലോസ് വിളിച്ചു. അതിൻ്റെ അർത്ഥം ലാസറിനറിയാം. വലിച്ചുകൊണ്ടിരുന്ന ബീഡിക്കുറ്റി കടലിൽ എറിഞ്ഞിട്ട് അയാൾ വലയുടെ തുമ്പം പിടിച്ച് കടലിലേക്ക് ചാടി. 3-ാം തണ്ടുകാരും 4-ാം തണ്ടുകാരും തണ്ടുവലിച്ച് വള്ളം നീക്കി. വലക്കള്ളിക്കാരൻ വല നിവർത്തി കടലിലേക്ക് ഇട്ടുകൊടുത്തു. ലാസർ കടലിൽ ചാടിയെടുത്തു തന്നെ വലയുടെ തുമ്പുമായി പതച്ചു കിടക്കുകയാണ്. വള്ളം മീൻ പൊലപ്പ് കണ്ട ഭാഗം ഒന്ന് ചുറ്റിവളഞ്ഞു തണ്ടുവലിച്ചു നീങ്ങി. കടലിൽ വല കൊണ്ടൊരു വിശാല വൃത്തം വരച്ച് കറങ്ങി. വലത്തുമ്പ് പിടിച്ച് പതച്ചു കിടന്ന ലാസറിൻ്റെ സമീപം എത്തി. ലാസറിൻ്റെ കയ്യിൽ നിന്ന് കയററ്റം വലക്കള്ളിക്കാരൻ വാങ്ങി. ലാസർ വള്ളത്തിൽ പൊത്തിപ്പിടിച്ച് കയറി. മത്തിപ്പൊലപ്പ പായണ കണ്ട. അവനും മനസ്സിലായി അപകടം.
വലയുടെ വൃദ്ധപരിധിക്കുള്ളിൽ കടലിന് മീതെ വായുവിൽ മീൻ പായുന്ന തിളക്കം ഇടയ്ക്കിടെ കാണാമായിരുന്നു. വള്ളം കിടക്കുന്ന ഭാഗം തുറന്നു കിടക്കുകയാണ്. അതിലെ മീൻ പായുന്നത് തടയാൻ റോബർട്ടും ദാസനും കടലിൽ ചാടി തലങ്ങും വിലങ്ങും നീന്തി വള്ളപ്പാടിലൂടെ രക്ഷപ്പെടാനെത്തുന്ന മീനുകൾക്ക് മുൻപിൽ ഭീകരാവസ്ഥ സൃഷ്ടിച്ചു. മീനുകൾ വലയിലേക്ക് തന്നെ മടങ്ങി. വല വലിച്ചു തുടങ്ങിയപ്പോൾ തന്നെ ആഞ്ചലോസിന് മനസ്സിലായി, ഇന്നത്തെ കൊയ്ത്ത് 100 മീനിയാണ്. വല വലിച്ചു കോരുമ്പോഴേക്കും ഉള്ളംകൈ പൊള്ളിപ്പോകുന്ന അവസ്ഥയായി. അമ്മാതിരി പിടിപിടിച്ചിട്ടാണ് വള്ളത്തിലേക്ക് മീൻ മറിച്ചത്. കഠിനാധ്വാനത്തിൻ്റെ ഫലം 2 കള്ളികൾ നിറഞ്ഞു കുമിഞ്ഞു കിടന്നു. വലം മാടിയിട്ട് വള്ളം നേരെ കിഴക്കോട്ട് വച്ചു പിടിച്ചു. ഏറ്റമായിരുന്നതിനാൽ കാറ്റിൻ്റെ ആനുകൂല്യമുണ്ടായിരുന്നു. ചെറിയ പായ കൂടി വലിച്ചു കെട്ടിയതോടെ മടക്കയാത്ര ആയാസരഹിതമായി. ചെല്ലിക്കടപ്പുറത്തേക്ക് അടുക്കുന്ന വള്ളങ്ങൾ ബൈനോക്കുലറിലൂടെ നോക്കിയിട്ട് റോബർട്ട് പറഞ്ഞു, കീർത്തിയും വേളാങ്കണ്ണി മാതാവുമാ, അവർക്കും മത്തിപ്പണിയാ കിട്ടിയതെങ്കിൽ നമ്മൾ തോറ്റു. നമ്മൾ ചെല്ലുമ്പോഴേക്കും അവർ നല്ല വിലയ്ക്ക് മീൻ വിറ്റിട്ട് സ്ഥലം വിടും. ലാസർ ഒരു ബീഡി കൊളുത്താൻ ശ്രമിക്കുന്നതിനിടയിൽ അത് കടിച്ചു പിടിച്ചുകൊണ്ട് പിറുപിറുത്തു. പിന്നെയും 1.5 മണിക്കൂർ എടുത്തു വള്ളം തണ്ടുവലിച്ച് കരയെത്താൻ. കോരുകാർ പാഞ്ഞു വന്നപ്പോൾ ആഞ്ചലോസ് ചോദിച്ചു, വേളാങ്കണ്ണിക്കും കീർത്തിക്കും മത്തിപ്പണിയായിരുന്നോ? അതെ. എത്ര വിറ്റു? കൊട്ടയ്ക്ക് 50. എത്ര കൊട്ട? 55. നല്ല പണിയാണല്ലോ. മീനെടുക്കാൻ ആളുണ്ടോ? അപ്പോഴുണ്ടായിരുന്നു. വേളാങ്കണ്ണിയും കീർത്തിയും വല വൃത്തിയാക്കുകയാണ്. ഒരു കൊട്ട കോരിയാൽ മതി കരയ്ക്ക്. എത്ര കിട്ടുമെന്ന് നോക്കട്ടെ. തറയിൽ നിന്ന് പണം കടം വാങ്ങി ഇറക്കിയ വള്ളമല്ല ജാനറ്റ്. അതിനാൽ കമ്മീഷൻ കൊടുക്കണ്ട. കടപ്പുറത്തിൻ്റെ തറ വാടക മാത്രം മതി. ഒരു കുട്ട മത്തി കോരി കടപ്പുറത്ത് കൊണ്ടുചെന്ന് ആഞ്ചലോസ് ലേലം വിളിച്ചു. മത്തി ഒരു കൊട്ട 50 രൂപ. ആരും വിളിക്കുന്നില്ല. ആഞ്ചലോസ് ഇറക്കി വിളിച്ചു. 40 രൂപ. പലതവണ വിളി ആവർത്തിച്ചിട്ടും ഫലമില്ല. 35 വരെ ഇറക്കി നോക്കി. എന്നിട്ടും ആരും വിളിക്കുന്നില്ല. ഇതിനു പിന്നിൽ ഒരു ഗൂഢാലോചനയുണ്ടെന്ന് ആഞ്ചലോസ് മണത്തു. സൈമൺ തരകൻ്റെ ആളുകൾ അങ്ങിങ്ങ് ചിതറി നിൽപ്പുണ്ട്. തൻ്റെ മീനിന് വിലയിടിക്കാനുള്ള ശ്രമമാണ്. കോരുകാരനോട് തിരിച്ചെടുക്കാൻ പറഞ്ഞിട്ട് ആഞ്ചലോസ് വള്ളത്തിന് നേർക്ക് നടന്നു. കൂട്ടുപണിക്കാരോട് പറഞ്ഞു, ഇവിടെ ഇറക്കണ്ട, പുന്നപ്പുറ പോകാം, അല്ലെങ്കിൽ തോട്ടപ്പള്ളി. ഇത് കാരക്കാടൻ്റെ കുത്ത, പുറകിൽ നിന്നുള്ള കുത്ത്. നമ്മൾ വാരി കടലിൽ കളഞ്ഞാലും ഈ മീൻ ഇവിടെ വിൽക്കൂല. പണി കഴിഞ്ഞല്ലോ എന്ന് സമാധാനിച്ചിരുന്ന തണ്ടുവലിക്കാർക്ക് ഭ്രാന്തിളകി. പുന്നപ്പുറയല്ല, വേണ്ടി വന്ന 1000 തെങ്ങ് വരെ നമ്മൾ തണ്ടുവലിക്കും. കരക്കിറക്കിയ മീൻകൂട്ട തിരിച്ചു കയറ്റി വള്ളം തെക്കോട്ട് വിട്ടു ആഞ്ചലോസ്. തണ്ടുവലിച്ച് പുന്നപ്പുറ എത്താൻ 2 മണിക്കൂറേ വേണ്ടി വന്നുള്ളൂ. പിൽക്കാലത്ത് ലാസർ പറഞ്ഞ് ചിരിക്കുകയായിരുന്നു. അന്നത്തെ തണ്ടുവലിയായിരുന്നു വലി. വീട്ടിൽ ചെന്ന് നോക്കുമ്പം ചന്തിയേല തൊലിയില്ല. പുന്നപ്പുറയിലെത്തിയ സമയം നല്ലതായിരുന്നു. കരിമാടിക്കുട്ടനാണ് അതിനു മുൻപ് ചെന്നത്. അത് നിറച്ച് മയലയായിരുന്നു. ജാനറ്റ് കൊണ്ടുചെന്ന മത്തി 30 കൊട്ട 55-ന് ലേലത്തിൽ വിറ്റു. തരകന് 5% കൊടുത്തിട്ടും ലാഭമായിരുന്നു. അക്കൊല്ലം ആഞ്ചലോസ് നേരെ ഇളയ പെങ്ങളായ തെരേസയുടെ കല്യാണം നടത്തി. അടുത്ത വർഷം എമിലി വീണ്ടും പ്രസവിച്ചു. ആഞ്ചലോസ് അവന് ഡെന്നീസ് എന്ന് പേരിട്ട് വിളിച്ചു. അധികം വൈകാതെ ആഞ്ചലോസ് കടലിൽ ചൂണ്ടയ്ക്ക് പോകാൻ വേണ്ടി ഒരു ചെറുവള്ളം കൂടി വാങ്ങി. അതിന് ഡെന്നിച്ചൻ എന്ന് നാമകരണം ചെയ്തു. മത്സ്യബന്ധന രംഗത്ത് വിപ്ലവകരമായ മാറ്റങ്ങൾ സംഭവിക്കുകയാണ്. തണ്ടുവലിച്ച് കടലിൽ പോകുന്ന വള്ളങ്ങളുടെ കാലം അവസാനിച്ചു. യമഹ എഞ്ചിൻ സാർവത്രികമായി. തണ്ടുവലിക്കാൻ ആളെ കിട്ടാതായി. സൈമൺ തരകൻ എഞ്ചിൻ ഘടിപ്പിച്ച 1/2 ഡസൻ വള്ളങ്ങളാണ് ഒന്നിച്ച് കടലിലിറക്കിയത്. അതോടെ തണ്ടുവലിക്കാരുടെ ജോലിഭാരം കുറഞ്ഞു. പഴയ വലകൾ ഉപയോഗിക്കാൻ പറ്റാതായി. നൂലുവല പഴങ്കതിയായി. പകരം പട്ടുവല സ്ഥാനം പിടിച്ചു. 4 ഭാഗം ഇറക്കവും 35-40 ഭാഗം നീളവുമുള്ള വലകളുടെ സ്ഥാനത്ത് 200, 400, 500 ഭാഗം വരെ നീളമുള്ളതും 9-10 ഭാഗം വരെ ഇറക്കമുള്ളതുമായ വലകളെത്തി. ചാളവലയും നീട്ടുവലയും ഡിസ്കോ വലയും താങ്ങുവലയും വന്നു. യമഹ എഞ്ചിൻ ഘടിപ്പിച്ച വള്ളങ്ങൾ 10 മുതൽ 20 ഭാഗം വരെ കടലാഴങ്ങളിൽ പോയി മത്സ്യബന്ധനം നടത്തി. പഴയ തണ്ടുവലി വള്ളങ്ങളും യമഹ വള്ളങ്ങളുടെ കാരിയർ വള്ളങ്ങളായി വേഷം മാറി. അവയിലും യമഹ എഞ്ചിൻ വേണമായിരുന്നു. വലിയ ഫിഷിംഗ് ബോട്ടുകൾ മത്സ്യബന്ധന രംഗം അടക്കി വാണതോടെ തീരക്കടലിൽ മത്സ്യസമ്പത്ത് കുറഞ്ഞു. ആഴക്കടലിൽ പോയി തിരഞ്ഞാലേ മീൻ കിട്ടൂ എന്നായി. മീൻ കിട്ടിയ വള്ളങ്ങൾ 2-3 എഞ്ചിൻ വെച്ച് വേഗത്തിലോടി കരയ്ക്കെത്തി നല്ല വിലയ്ക്ക് മീൻ വിറ്റു. ഒരു വള്ളം കടലിലിറക്കാൻ 1,00,000-ൽ താഴെ രൂപ മാത്രം മതിയായിരുന്ന സ്ഥാനത്ത് യമഹ എഞ്ചിൻ ഘടിപ്പിച്ച വള്ളം വേണ്ടത്ര സന്നാഹങ്ങളുമായി മത്സ്യബന്ധനത്തിനിറക്കാൻ ലക്ഷങ്ങൾ വേണമെന്നായി. ത്വരഗതിയിലാണ് മാറ്റങ്ങൾ വന്നത്. 4-5 വർഷങ്ങൾക്കുള്ളിൽ പരമ്പരാഗത മത്സ്യബന്ധന ശൈലിയും
അതിനുപയോഗിച്ച വള്ളങ്ങളും വലകളും അപ്രത്യക്ഷമായി. ആഞ്ചലോസ് കുറേ നേരമായി കട്ടിലിരുന്ന് തള്ളവിരലിൻ്റെ നഖം കടിക്കുകയാണ്. എമിലിക്ക് മനസ്സിലായി, മനസ്സിൽ വലിയ സംഘർഷം നടക്കുന്നുണ്ട്. ചെറിയ പ്രതിസന്ധികളിലൊന്നും ഇളകുന്നവനല്ല ആഞ്ചലോസ്. വള്ളത്തിൻ്റെ കാര്യമാണോ ആലോചന? ആഞ്ചലോസ് മൂളി. പഴയ വള്ളങ്ങളൊക്കെ വാല് മുറിച്ച് ഇഞ്ചൻ വയ്ക്കാണ്. നമുക്കും ഇഞ്ചൻ വയ്ക്കണം. വള്ളത്തിൻ്റെ വാല് മുറിച്ച് പണിയണം. നീട്ടുവലയും ചാളവലയും താങ്ങുവലയും വാങ്ങണം. അതിനെന്താ അങ്ങനെ ചെയ്യണം? രൂപ 1000-ഉം 10,000-ഉമല്ല, ലക്ഷം വേണം, ലക്ഷം. ഇഞ്ചിനോടണമെങ്കിൽ മണ്ണെണ്ണ വേണം. ചെല്ലിക്കടപ്പുറത്തെ മണ്ണെണ്ണ പെർമിറ്റെല്ലാം സൈമൺ തരകൻ്റെ കയ്യിലാ. പെർമിറ്റ് മണ്ണെണ്ണ കിട്ടാതെ ഇഞ്ചിനോടിച്ചാൽ നഷ്ടം വരും. തീരക്കടലിൽ മീനില്ല പെണ്ണെ. ട്രോളിങ്ങുകാർ വന്ന് കോരിക്കൊണ്ടുപോയിന്ന്. ഇപ്പം എന്നെ ചെയ്യാനാ മനസ്സിലുദ്ദേശിച്ചേക്കണേ? സൈമൺ മുതലാളിയെ ചെന്ന് കണ്ട കാര്യം നടക്കും. വള്ളം മുറിച്ച് പണിയാനും ഇഞ്ചം വയ്ക്കാനുമുള്ള പൈസ തരും. നമ്മൾ വല മാത്രം വാങ്ങിയാൽ മതി. സൈമൺ മുതലാളിയുടെ അടുത്താ? എമിലി കണ്ണ് ചിമ്മി. 10% കമ്മീഷൻ കൊടുക്കണം. അയാൾ ദുഷ്ടനല്ലേ ചേട്ടാ? എല്ലാവരും അയാളോടാ പൈസയും മണ്ണെണ്ണയും വാങ്ങണേ. നമ്മൾ മാത്രം മാറി നിന്നിട്ടെന്താ കാര്യം? അയാൾ ദുഷ്ടനാണെങ്കിൽ എല്ലാവർക്കും ദുഷ്ടനാ. ഇത്രയേ ഉള്ളൂ ഉമ്മക്കും. ആഞ്ചലോസ് ഇങ്ങനെ നഖം കടിച്ചിരുന്ന് വിഷമിക്കുന്നതിനേക്കാൾ നല്ലത് സൈമൺ മുതലാളിയിൽ നിന്ന് കടം വാങ്ങുന്നത് തന്നെയെന്ന് എമിലി വിചാരിച്ചു. എന്താ വിചാരിക്കണമെന്ന് വെച്ചാൽ അത് ചെയ്യൻ. ഇങ്ങനെ കുത്തിയിരുന്ന് വിഷമിക്കണ്ടല്ലോ. ആഞ്ചലോസ് കാരക്കാട്ട് ബംഗ്ലാവിലെത്തി സൈമൺ തരകനെ കണ്ടു. എന്താടാ? സൈമൺ തരകൻ പരിഹാസത്തിൽ അവനെ അടിമുടി നോക്കി. ആഞ്ചലോസ് തൻ്റെ ആഗമന ഉദ്ദേശം വെളിപ്പെടുത്തി. നിന്റെ അഹങ്കാരമെല്ലാം കുറഞ്ഞോ? ആഞ്ചലോസ് മൗനം ആചരിച്ചു. നിന്റെ കല്യാണത്തിൻ്റെ അന്ന് നിന്റെ വീട്ടിൽ കൊണ്ടുവന്ന് ഗിഫ്റ്റ് തന്നവനാ ഈ സൈമൺ തരകൻ. എന്നിട്ടും നിനക്കെന്നോടൊരു വല്ലായ്മ. എടാ, നീ ഒരുത്തൻ നോക്കിയാ കടപ്പുറം നന്നാവോ? നിനക്ക് നന്നാവാൻ പറ്റത്തില്ല. പിന്നെ അപ്പോഴും ആഞ്ചലോസ് മിണ്ടാതെ നിന്നു. വള്ളം മുറിച്ച് പണിയാനുള്ള കാശ് ഞാൻ തരാം. ഇഞ്ചിനും മണ്ണെണ്ണയും ഞാൻ തരാം. പക്ഷേ നീ എനിക്ക് 12% കമ്മീഷൻ തരണം. 2% നിന്റെ അഹങ്കാരത്തിനുള്ള ശിക്ഷയാ. ആഞ്ചലോസിൻ്റെ മൗനം സമ്മതമായിരുന്നു. അടുത്ത 2 മാസത്തിനുള്ളിൽ എമിലി പുത്തൻ യമഹ എഞ്ചിൻ ഘടിപ്പിച്ച് വാലറ്റം മുറിച്ചു പണിത് പുത്തൻ വലകളും ചൂണ്ടയുമായി കടലിലിറങ്ങി. മറ്റു വള്ളങ്ങളിൽ ചേക്കേറിയ തൻ്റെ പഴയ കൂട്ടുപണിക്കാരെ ആഞ്ചലോസ് തിരികെ വിളിച്ചിട്ടുണ്ടായിരുന്നു. എമിലിയും ആഴക്കടലിൽ പോയി മീൻ കോരിത്തുടങ്ങി. ചെല്ലിക്കടപ്പുറത്ത് എത്തിക്കുന്ന മീൻ സൈമൺ തരകൻ്റെ പകരക്കാരൻ ലേലം ചെയ്ത് 12% കമ്മീഷൻ എടുത്തു വിറ്റു. 1 വർഷത്തോളം എമിലി ആഞ്ചലോസിനും കൂട്ടുകാർക്കും വേണ്ടി പണിയെടുത്തു. ഒരു നാൾ പതിവ് പോലെ വൈകുന്നേരം മക്കളെ അടുത്ത് വിളിച്ച് കൊഞ്ചിച്ച് എമിലിയോട് വർത്തമാനം പറഞ്ഞ് വള്ളത്തിൽ കയറി കടലിലേക്ക് പോയ ആഞ്ചലോസ് തിരിച്ചു വന്നില്ല. പിറ്റേന്ന് 3 പേർ അവശരായി നീന്തി കരയ്ക്കണഞ്ഞു. ലാസറും പൗലോയും സാലപ്പനും. തിരച്ചിൽ നടത്തി. കോസ്റ്റ് ഗാർഡ്സിന് 3 മൃതദേഹം കടലിൽ നിന്ന് കിട്ടി. രാത്രി കടലിൽ വല വിരിച്ച് കിടന്ന വള്ളത്തെ ഏതോ ബോട്ട് ഇടിച്ചു തകർക്കുകയായിരുന്നുവെന്ന് നീന്തി രക്ഷപ്പെട്ടവർ പറഞ്ഞു. ആഞ്ചലോസിനെ മാത്രം കടലിൽ കാണാതായി. അധ്യായം 2. കോസ്റ്റ് ഗാർഡ്സ് 3 ദിവസം തുടർച്ചയായി കടലിൽ തിരച്ചിൽ നടത്തിയിട്ടും ആഞ്ചലോസിനെ മാത്രം കണ്ടെത്താനായില്ല. അർത്തുങ്കൽ പോലീസ് ഒരു കേസ് രജിസ്റ്റർ ചെയ്ത് അന്വേഷണം നടത്തുന്നുണ്ടായിരുന്നു. ആഞ്ചലോസിനെ കടലിൽ കാണാതായി എന്നല്ലാതെ മരിച്ചു എന്ന് സ്ഥിരീകരിക്കാൻ കഴിയാതെ കേസ് ഫയൽ തുറന്നു തന്നെ കിടന്നു. ചെല്ലിക്കടപ്പുറത്തുകാർ അടക്കം പറഞ്ഞു. ആഞ്ചലോൻ്റെ വള്ളത്തെ ബോട്ടിടിച്ചെങ്കിൽ അത് വേറെ ആരുടെയും ബോട്ടല്ല, സൈമൺ മുതലാളിയുടെ തന്നെ. മുതലാളീൻ്റെ അടുത്ത് അവൻ കുറേ തൻ്റെ ഇടം കാണിച്ചിട്ടുണ്ടായിരുന്നു. മുതലാളീൻ്റെ അടുത്ത് ഒരു വാക്കുമുണ്ടാണ്ട് വള്ളം വാങ്ങി കടലിൽ ഇറക്കിയില്ലേ? വല്ലോരും ചെയ്യണ പണിയാണോ? മുതലാളിയൊക്കെ നോക്കി വെച്ചിട്ടുണ്ടായിരുന്നു. ഇതെല്ലാം മടക്കം പറച്ചിലുകളാണ്. അർത്തുങ്കൽ പോലീസ് നീന്തി രക്ഷപ്പെട്ടവരെ ചോദ്യം ചെയ്തു. ഏത് ബോട്ടാണ് ഇടിച്ചത്? ബോട്ടിൻ്റെ പേരെന്തായിരുന്നു? ബോട്ട് വരുന്നത് നിങ്ങളാരും കണ്ടില്ലായിരുന്നോ? ബോട്ടിൽ ആളുകളുണ്ടായിരുന്നോ? ആരെയെങ്കിലും കണ്ട് പരിചയമുണ്ടോ? ആ ബോട്ട് ഇതിനു മുൻപ് നിങ്ങൾ എവിടെയെങ്കിലും വെച്ച് കണ്ടിട്ടുണ്ടോ? ഒരു ചോദ്യത്തിനും അനുകൂലമായ ഒരു ഉത്തരം നൽകാൻ ലാസറിനോ പൗലോയ്ക്കോ സാലപ്പനോ കഴിഞ്ഞില്ല. കാരണം അങ്ങനെയൊരു ബോട്ട് അവർക്ക് മുൻപരിചയമില്ല. കടലിൽ മൂടൽമഞ്ഞുണ്ടായിരുന്നു. മൂടൽമഞ്ഞിനുള്ളിൽ നിന്ന് ആരോ ടോർച്ച് തെളിച്ച് വരുന്ന പോലെയാണ് ആദ്യം തോന്നിയത്. ഒരു ബോട്ട് വള്ളത്തിന് നേർക്ക് വരികയാണെന്ന് തിരിച്ചറിഞ്ഞതും ആഞ്ചലോസ് അതിൻ്റെ നേർക്ക് അലറി, കൊല്ലാൻ വരുന്നോടാ പന്നീൻ്റെ മോനെ, മാറ്റിക്കൊണ്ടു പോടാ. ബോട്ടിൻ്റെ ഡെക്കിൽ പ്രേതനിഴലുകൾ പോലെ 4-5 പേർ നിൽപ്പുണ്ടായിരുന്നു. വള്ളത്തിലേക്ക് ബോട്ട് വന്നിടിച്ചതും ലാസറും പൗലോയും സാലപ്പനും നിലവിളിച്ചുകൊണ്ട് വള്ളപ്പടിയിൽ നിന്ന് കടലിലേക്ക് കുതിച്ചു ചാടി. ഒന്ന് മുങ്ങി നിവർന്ന് തലപ്പൊക്കി നോക്കുമ്പോൾ തകർന്ന വള്ളത്തെ ഉടക്കി വലിച്ചു പാഞ്ഞു പോകുന്ന ബോട്ടിൻ്റെ പിൻഭാഗവും
ഇരുവശത്തുമായി കടൽ വകഞ്ഞു മാറിയ പോലൊരു കടൽപാതയും മാത്രമേ കാണാൻ കഴിഞ്ഞുള്ളൂ. ലാസറും പൗലോയും മാറി മാറി ഉറക്കെ അലറി വിളിച്ചു, ആഞ്ചലോ, എടാ ആഞ്ചലോ. ആ വിളിയൊച്ച ഇരുണ്ട കടൽപ്പരപ്പിന് മീതെ കൂടി ചക്രവാള സീമയിലേക്ക് പാഞ്ഞുപോയി. ശിവദാസ, ജോസഫേ, അവർ പിന്നെയും പിന്നെയും വിളിച്ചു. കടലലകളുടെ ഇളക്കമല്ലാതെ പ്രതികരണങ്ങളൊന്നും ഉണ്ടായില്ല. ഇനി സ്വയരക്ഷയാണ് പ്രധാനമെന്ന് അറിയാവുന്നതിനാൽ വള്ളത്തെ മറന്ന്, കൂട്ടുകാരെ മറന്ന്, സ്വന്തം ജീവനെടുത്ത് കൈകളിൽ വെച്ച് അവർ കിഴക്കോട്ട് നീന്തി. എമിലി തല്ലിച്ചിതറിയ പൂങ്കുല പോലെ വീടിൻ്റെ തറയിൽ അനക്കമറ്റ് കിടന്നു. 2 രാത്രിയും 2 പകലും അവൾ തല തല്ലി അലമുറയിടുകയായിരുന്നു. അവളെ പിടിച്ചടക്കാൻ ആഞ്ചലോസിൻ്റെ 2 പെങ്ങന്മാർക്ക് കരുത്തു പോരായിരുന്നു. ഇപ്പോൾ ക്ഷോഭമടങ്ങിയ കടലാണവൾ. ചെറിയ അലകൾ ഇളകും പോലെ ഇടയ്ക്കിടെ ഓരോ തേങ്ങൽ മാത്രം. പക്ഷേ കേൾക്കുന്നവർക്കറിയാം, ആ തേങ്ങൽ ഓരോന്നും ആഴക്കടലിൻ്റെ അഗാധതയിൽ നിന്നെന്ന പോലെ അവളുടെ ഹൃദയത്തിനടുത്തട്ടിൽ നിന്ന് വീർപ്പുമുട്ടി പിടഞ്ഞു പിടഞ്ഞ് പൊന്തി വരുന്ന പ്രാണവേദനയുടെ ചീന്തുകളാണെന്ന്. ചെല്ലിക്കടപ്പുറത്തു നിന്ന് പിന്നെയും വള്ളങ്ങൾ യമഹ എഞ്ചിൻ വെച്ച് പടിഞ്ഞാറേക്ക് മീൻ പൊലപ്പുകൾ തേടി പാഞ്ഞുപോയി. ആഞ്ചലോസിൻ്റെ ശേഷിച്ച കൂട്ടുകാർ വേറെ വള്ളങ്ങളിൽ കയറിപ്പറ്റി. അവർക്ക് കിട്ടിയ പ്രതിഫലത്തിൻ്റെ ഒരു പങ്ക് ആഞ്ചലോസിൻ്റെ വീട്ടിലേക്കും കൊടുത്തു. അവിടെ ആഞ്ചലോസിൻ്റെ 2 കുഞ്ഞുങ്ങളും 2 പെങ്ങന്മാരും പെറ്റ തള്ളയും ഒരു വിധവയും ചങ്ക് കലങ്ങി കിടപ്പുണ്ടെന്ന് അവർക്കറിയാം. ജാനറ്റ് അമ്മയുടെ മുഖത്തേക്ക് തല ചരിച്ചു നോക്കി. അമ്മ മിണ്ടിയില്ല. അമ്മയുടെ കണ്ണുകൾ പായുന്നിടത്തേക്ക് അവളും നോക്കി. വേളാങ്കണ്ണി മാതാവിൻ്റെ ഒരു പടം മാത്രം, വേറെ ഒന്നുമില്ല. അതിത്ര കാണാൻ എന്തിരിക്കുന്നു എന്ന് അവൾ അത്ഭുതപ്പെട്ടു. 2 ദിവസം മുൻപ് വീട്ടിൽ കൂട്ടക്കരച്ചിലായിരുന്നു. എല്ലാവരും കരഞ്ഞപ്പോൾ ജാനറ്റും കരഞ്ഞു. കുഞ്ഞേച്ചി കരയുന്ന കണ്ട് ഡെന്നിച്ചനും കരച്ചിൽ വന്നു. കരയുന്നത് എന്തിനെന്ന് മാത്രം 2 പേർക്കും മനസ്സിലായില്ല. അവരെ അണച്ചുപിടിച്ച് ആശ്വസിപ്പിച്ച കുഞ്ഞുമറിയത്തോട് ജാനറ്റ് ചോദിച്ചു, എന്തിനാ എല്ലാവരും കരയണേ? കുഞ്ഞുമറിയം അയൽക്കാരിയാണ്. ആ സ്ത്രീ 2 കുഞ്ഞുങ്ങളെയും ചേർത്ത് പിടിച്ചു. എൻ്റെ മക്കളെ, നിങ്ങളുടെ അപ്പനെ കടൽ കൊണ്ടുപോയി. കടലെങ്ങോട്ടാ കൊണ്ടുപോയേ? ജാനറ്റ് ചോദിച്ചു. എൻ്റെ മാതാവേ, ഈ കുഞ്ഞുങ്ങൾക്ക് ഒന്നും അറിയാൻ വയ്യല്ലോ. ജാനറ്റിന് ഏതാണ്ട് ഒരു ഊഹം കിട്ടിയിട്ടുണ്ട്. അപ്പനെ 2-3 ദിവസങ്ങളായിട്ട് കാണാനില്ല. അപ്പനെന്നും കടലിൽ പോകാൻ നേരം ഡെന്നിച്ചനെയും അവളെയും എടുത്ത് ഉമ്മ കൊടുക്കാറുള്ളതാണ്. ഒരു രാത്രി കഴിഞ്ഞാണ് തിരിച്ചു വരിക. തിരിച്ചെത്തുമ്പോൾ പോയപ്പോഴത്തെ പോലെ ഉമ്മയൊന്നും കിട്ടാറില്ല. കയ്യിലൊരു ബക്കറ്റോ മീൻകൂടോ തൂക്കിപ്പിടിച്ചിട്ടുണ്ടാവും. എന്നിട്ട് അമ്മയോട് പറയും, എടീ പെണ്ണെ എമിലി, ഇതങ്ങോട്ട് പിടിക്ക്, കറിക്കുള്ളതാ. അത് മീനാണ്. എന്നും അതുണ്ടാവും. അമ്മ പിന്നാമ്പുറത്തെ കശുമാവൻ ചോട്ടിൽ പോയിരുന്ന് മീൻ വെട്ടിക്കൊണ്ട് പിറുപിറുക്കും. എനിക്കെന്നും ഇത് തന്നെ പണി. കുഴിയിലേക്ക് പോകുമ്പോഴും മീൻകത്തി കയ്യിൽ കാണും. മീൻപാത്രത്തിന് ചുറ്റും അല്പം അകലമിട്ട് കൊതിപൂണ്ടിരിക്കുന്ന പൂച്ചകൾ. അപ്പോൾ അമ്മയെ നോക്കി മ്യാവു എന്ന് ശബ്ദിക്കും. അപ്പൻ്റെ അടുത്ത് ചെന്നാൽ അപ്പം പറയും, മക്കളെ എന്നെ തൊടല്ല, മീൻ നാറും, അപ്പം കുളിച്ചിട്ട് വരട്ടെ. ആ അപ്പനെ ഇപ്പോൾ കാണാനില്ല. അതിനുശേഷം പലതവണ നേരം ഇരുട്ടി, പിന്നെ വെളുത്തു, പിന്നെയും ഇരുട്ടി. അപ്പനെ കടൽ കൊണ്ടുപോയി. എങ്ങോട്ട് കൊണ്ടുപോയി, എന്ന് തിരിച്ചു വരും, ഒന്നും അറിയില്ല. ജാനറ്റ് അമ്മയുടെ കൈത്തണ്ടിൽ തോണ്ടി. അമ്മയ്ക്ക് പ്രതികരണമില്ല. അമ്മ, അവൾ വീണ്ടും തോണ്ടി. എന്നിട്ടും അമ്മ ഒന്ന് നോക്കുക പോലും ചെയ്യാതെ പ്രതിമ പോലെ ഇരിക്കുകയാണ്. അമ്മ ചിരിക്കുന്നില്ല. എൻ്റെ പൊന്നും കൂടെ എന്ന് വാത്സല്യത്തോടെ വിളിക്കുന്നില്ല. അമ്മ കരയുന്നുമില്ല. ജാനറ്റ് അമ്മയുടെ അരികെ നിന്നും എഴുന്നേറ്റ് തിണ്ണയിലേക്ക് ഇറങ്ങി. അവൾ പിച്ച വെച്ച് നടന്നു തുടങ്ങിയ ജെന്നിച്ചനെ വിളിച്ചിട്ട് പറഞ്ഞു, ബാ മോനെ, നമുക്ക് കളിക്കാം. കുഞ്ഞന്ന തിണ്ണയുടെ തൂണും ചാരി മുറ്റത്തെ പൊടിമണലിലേക്ക് കാലുകൾ പിണച്ച് തൂക്കിയിട്ട് ഇരിപ്പുണ്ടായിരുന്നു. മകൻ്റെ ഓർമ്മയിൽ കണ്ണുകൾ നിറയും. അല്പം കണ്ണീരൊലിക്കും. കൈലിമുണ്ടിൻ്റെ കോന്തലപ്പൊക്കി കണ്ണു തുടയ്ക്കും. മൂക്ക് പിഴിയും. 3 ആൺമക്കളിൽ മൂത്തവൻ പണ്ടേ പോയി. 2ാമത്തവൻ നാടുവിട്ട് ഒളിച്ചോടിയിട്ട് ഇന്നേ വരെ ഒരറിവുമില്ല. 3ാമനെ കടലെടുത്തു. ഇനി എന്തിനു ജീവിച്ചിരിക്കുന്നു എന്ന് അവർക്കറിഞ്ഞുകൂടാ. എന്ത് കാണാൻ, എന്ത് കിട്ടാൻ? രാത്രി കുഞ്ഞന്ന ഞെട്ടിയുണർന്ന് കണ്ണുമിഴിച്ചു. വീട്ടിനുള്ളിലേക്ക് കടലിടിച്ചു കയറുന്നതായി ദുസ്വപ്നം കാണുകയായിരുന്നു കുഞ്ഞന്ന. കടൽക്കരയിലെ തെങ്ങുകൾ കടലാക്രമണത്തിൽ കടപുഴകി വീഴുകയായിരുന്നു. നീന്തി വരുന്ന കരിങ്കൽക്കോട്ട ഭിത്തി പോലെ തോന്നിച്ച വൻതിര വീടിൻ്റെ മീതെ വന്നിടിച്ചു. കണ്ണത്ത ദൂരത്തോളം കുഞ്ഞനയുടെ സ്വപ്നക്കാഴ്ചയിൽ കരയിലേക്ക് അതിക്രമിച്ച് കയറിക്കൊണ്ട് കടലിടിഞ്ഞു. കുട്ടികളെ കിടത്തിയ മുറിയിൽ വെട്ടമുണ്ടായിരുന്നു. കാറ്റത്ത് കതക് കട്ടിളയിൽ ഇടിക്കുന്ന ഒച്ച കേട്ട് കുഞ്ഞന്ന സംശയിച്ചെഴുന്നേറ്റു. ഇടവാതിൽ മറ മാറ്റി നോക്കി. ജാനറ്റും ഡെന്നിച്ചനും കെട്ടിപ്പിടിച്ചു കിടന്നുറങ്ങുന്നു. പായയിൽ എമിലി കിടന്ന ഭാഗം ശൂന്യം.
തിണ്ണയിലേക്കുള്ള വാതിൽ അടഞ്ഞാണ് കിടക്കുന്നതെങ്കിലും കാറ്റ് തള്ളുമ്പോൾ പാതിയോളം തുറന്നു വരും. കാറ്റ് പിൻവാങ്ങുമ്പോൾ കട്ടിളയിൽ ചെന്നിടിച്ചു നിൽക്കും. എമിലി എവിടെ പോയി? കുഞ്ഞന്ന വേഗം വാതിൽ കിടന്ന് തിണ്ണയിലിറങ്ങി. പരിസരത്തെങ്ങും എമിലിയില്ല. കുഞ്ഞന്ന മുടി വാരിക്കെട്ടി മുറ്റത്തേക്കിറങ്ങി. ഒരു ഉൾവിളി തോന്നിയിട്ട് നേരെ കടപ്പുറത്തേക്ക് നടന്നു. കുഞ്ഞന്നയുടെ തലയ്ക്ക് മുകളിൽ തെങ്ങോലകളിൽ കടൽക്കാറ്റ് ചീറിക്കൊണ്ടിരുന്നു. ആഴക്കടലിൻ്റെ ഇരുണ്ട പരപ്പിൽ അങ്ങിങ്ങ് വെളിച്ചം കാണാമായിരുന്നു. അകലെ മൺതിട്ടകളിൽ കടലിടിക്കുന്ന ഒച്ച കർക്കശവും ഭയാനകവുമായിരുന്നു. കടലേറ്റങ്ങളിൽപ്പെട്ട് പാതിയും മണ്ണിൽ പുതഞ്ഞുപോയ കടൽത്തിരയുടെ മീതെ നിന്ന് കുഞ്ഞന്ന തീരപ്പരപ്പിലേക്ക് നോക്കി. തീരത്ത് വെണ്ണുര ചിതറി അലയലയായി വന്നടിയുന്ന കടൽ. അതിനിപ്പുറം ഒരു നിഴൽ തിരയിലിറങ്ങി കടലിലേക്ക് കണ്ണും നട്ട് നിൽക്കുന്നു. കുഞ്ഞന്നയുടെ നെഞ്ചിലൂടെ ഒരിടിവൾ പാഞ്ഞു. എമിലി! കുഞ്ഞന്ന ഉറക്കെ വിളിച്ചു. പിന്നെ ആവും വിധം വേച്ചും പിരണ്ടും കടപ്പുറത്തേക്ക് ഓടി. എമിലിയുടെ അരികെ ചെന്നു. എമിലി കടലിൻ്റെ അപാരതയിലേക്ക് കണ്ണു നട്ട് പ്രതിമ പോലെ നിൽക്കുകയാണ്. എമിലി, നിനക്കെന്താ ഭ്രാന്തായോ? അവളുടെ കയ്യിൽ പിടിച്ചുലച്ച് കുഞ്ഞന്ന ചോദിച്ചു. എമിലി ഉത്തരം പറഞ്ഞില്ല. നീ എന്തിനാ ഈ നട്ടപ്പാതിരയ്ക്ക് കടപ്പുറത്ത് വന്ന് നിൽക്കണേ? ആരെ കാണാൻ? എമിലി കുഞ്ഞന്നയെ നോക്കി. വരുമെന്ന് പറഞ്ഞിട്ടാ പോയേ. വിഷമിച്ചു വരുമ്പോൾ ഞാനല്ലാതാരാ കാത്തു നിൽക്കേണ്ടത്? എൻ്റെ മോളെ! കുഞ്ഞന്ന എമിലിയുടെ കൈ പിടിച്ച് നെറ്റിയിലേക്ക് ചേർത്ത് കരഞ്ഞു. പിന്നീടും പല രാത്രികളിലും എമിലിയെ വീട്ടിൽ നിന്ന് കാണാതായി. കുഞ്ഞന്ന അതറിയുമ്പോഴൊക്കെ പുറകെ ചെന്ന് കടപ്പുറത്ത് കാറ്റ് ചിതറുന്ന മുടിയിഴകൾ ഒതുക്കാതെ കടലിൻ്റെ അപാരതയിലേക്ക് കണ്ണുനട്ട് നിൽക്കുന്ന എമിലിയെ പിടിച്ച് തിരികെ കൊണ്ടുവന്നു. എമിലിയുടെ അമ്മ റീത്തമ്മയും ഇളയ പുത്രി റജീനയും കൂടി അന്തേരിയിൽ നിന്ന് വന്നിട്ടുണ്ടായിരുന്നു. എമിലിയെയും കുട്ടികളെയും കൂട്ടിക്കൊണ്ടു പോകാൻ വന്നതാണ്. എമിലിയുടെ സങ്കടം മാറുന്നതുവരെ അന്തേരിയിലെ വീട്ടിൽ കഴിയട്ടെ എന്നായിരുന്നു അവരുടെ തീരുമാനം. അന്തേരിയിലെ വീടും പരിസരവും ചെല്ലിക്കടപ്പുറത്തെ പോലെയല്ല. വ്യത്യസ്തമായ അന്തരീക്ഷം. അവിടെയെല്ലാം അവൾക്ക് പരിചയക്കാരാ. അയലന്തരത്ത് അവളുടെ കൂടെ പഠിച്ച കൂട്ടുകാരുണ്ട്. പ്രായമായവരൊക്കെ അവൾ ജനിച്ച കാലം മുതൽക്കേ കാണുന്നവരാ. അവരുടെ ഇടയ്ക്ക് കുറച്ചുനാൾ കഴിയുമ്പം സങ്കടം കുറേ മാറും. റീത്താമ്മ കുഞ്ഞന്നയോട് പറഞ്ഞു. കൊണ്ടുപോയിക്കോ, ഇവിടെ കിടന്ന് ഇങ്ങനെ ഉരുകണേക്കാൾ ഭേദം അതാ. കുഞ്ഞന്ന സമ്മതം നൽകി. എന്നാൽ എമിലി അമ്മയോടും അനുജത്തിയോടുമൊപ്പം പോകാൻ കൂട്ടാക്കിയില്ല. എമിലിയുടെ അനുജത്തി റജീന ചേർത്തല KCM ഹോസ്പിറ്റലിൽ നേഴ്സായി ജോലി ചെയ്യുകയാണ്. റജീന എമിലിയെ ആവുന്നത്ര നിർബന്ധിച്ചു. ചേച്ചി, ഞങ്ങളുടെ കൂടെ വാ. ഞാൻ വേണമെങ്കിൽ ലീവെടുത്ത് ചേച്ചിയുടെ കൂടെ ഒരാഴ്ച നിൽക്കാം. ഇങ്ങനെ ചങ്ക് പൊട്ടി ഇവിടെ എത്ര കാലം ജീവിക്കും? എമിലി തലയാട്ടി നിഷേധിച്ചു. ഇല്ല, ഞാൻ എങ്ങോട്ടും വരണില്ല. എനിക്കിവിടെയാ സമാധാനം. അവൾ പറഞ്ഞത് സത്യമായിരുന്നു. ഇവിടുത്തെ കടൽ ആഞ്ചലോസിൻ്റെ കൂടി കടലാണ്. ഈ കടൽക്കരയും ആഞ്ചലോസിൻ്റെ കൂടിയാണ്. കടലിൽ നിന്ന് കാറ്റടിക്കുമ്പോൾ അതിൽ ആഞ്ചലോസിൻ്റെ ശ്വാസവുമുണ്ടെന്ന് അവൾക്ക് തോന്നാറുണ്ട്. കാതോർത്ത് നിൽക്കുമ്പോൾ, രാത്രികളിൽ തിരയടിച്ച് പിൻവാങ്ങുമ്പോൾ ആഞ്ചലോസ് കരകാണ കടലിൽ നിന്ന് വിളിച്ചു പറയും പോലെ, എടി പെണ്ണേ, ഞാൻ ഇവിടെ തന്നെയുണ്ട്. അങ്ങനെ കടലും കടപ്പുറവും ഉപേക്ഷിച്ച് ഒരു ദിവസത്തേക്ക് പോലും മാറി നിൽക്കാൻ എമിലിക്ക് വയ്യ. ആദ്യം സൈമൺ തരകൻ ഏലിയാസിനെയാണ് ആഞ്ചലോസിൻ്റെ വീട്ടിലേക്ക് അയച്ചത്. ഏലിയാസ് വന്നു പറഞ്ഞു. സൈമൺ മുതലാളിക്ക് ആഞ്ചലോസ് പൈസ കൊടുക്കാനുണ്ടായിരുന്നു. യമഹ എഞ്ചിൻ 2 എണ്ണത്തിൻ്റെയും വലയുടെയും വള്ളപ്പണിയുടെയും മണ്ണെണ്ണയുടെയും എല്ലാം ചേർത്ത് 2 ലക്ഷം രൂപ. പലിശ കൂട്ടിയിട്ടില്ല. കേട്ടു നിൽക്കുകയാണ് കുഞ്ഞന്ന. കുഞ്ഞന്നയുടെ ഇളയ മകൾ വിൻസിയും എമിലിയും കേൾക്കുന്നുണ്ട്. മുതലാളിക്ക് പണം ആര് കൊടുക്കും? കുഞ്ഞന്നയോ അതോ എമിലിയോ? ആരായാലും മുതലാളിക്ക് പണം കിട്ടണം. പണം വാങ്ങിയത് ആഞ്ചലോ അല്ലേ? ഞങ്ങളോട് ചോദിച്ചാൽ ഞങ്ങൾ എവിടുന്ന് തരാനാ? കുഞ്ഞന്ന പറഞ്ഞു. എന്ന് പറഞ്ഞാൽ പറ്റുമോ? മുതലാളി കാശ് മുടക്കി തന്നില്ലേ? അത് തിരിച്ചു കൊടുക്കണ്ടേ? വള്ളം കടലിപ്പണിക്ക് പോയെങ്കിലല്ലേ പൈസ കൊടുക്കാൻ പറ്റത്തുള്ളൂ. അങ്ങനെ കൊടുക്കാനാണല്ലോ വാക്ക് പറഞ്ഞേക്കണത്. കുഞ്ഞന്ന തർക്കിച്ചു. കന്നത്തരം പറയല്ലേ കുഞ്ഞന്നെ. വള്ളം തകർന്നു പോയി. ഇഞ്ചൻ 2ഉം കടലിൽ താണു. വല നശിച്ചു പോയി. ഇനി എവിടുന്ന് വള്ളത്തിൽ പോയി പണി ചെയ്തുകൊണ്ട് കാശ് കൊണ്ടുവന്ന് മുതലാളിക്ക് കൊടുക്കണത്? ഞങ്ങളെക്കൊണ്ട് ഒന്നിനും പറ്റൂല. ഞാനും 2 പെങ്കൊച്ചുങ്ങളും 2 പിള്ളേരും. ഞങ്ങൾ എന്നാ ചെയ്യാനാ? അതൊന്നും മുതലാളിക്കറിയണ്ട. മുതലാളിക്ക് കൊടുത്ത കായ് തിരിച്ചു കിട്ടണം. ചൂണ്ടയ്ക്ക് പോണ വള്ളം കിടപ്പുണ്ടല്ലോ, അതെടുത്തോളി. കുഞ്ഞന്ന ഒരു ഭേദഗതി നിർദ്ദേശിച്ചു. നമ്മുടെ മുതലാളിക്ക് നിങ്ങൾ ചൂണ്ടയ്ക്ക് പോണ വള്ളം വേണ്ടെന്ന്. കാശ് കിട്ടിയാൽ മതി. ഇത് 2-4 വർത്തമാനം കൊണ്ട് തീരുന്ന പ്രശ്നമല്ലെന്ന് കുഞ്ഞന്നയ്ക്ക് മനസ്സിലായി. മുതലാളി ചോദിക്കാൻ വരുന്നുണ്ടേ, പൈസ ഉണ്ടാക്കി വെച്ചോളി. മുതലാളീൻ്റെ അടുത്ത് ഈ ന്യായമൊന്നും പറയാൻ നിൽക്കണ്ട. ഏലിയാസ് തിരികെ പോയി.
കുഞ്ഞന്ന എമിലിയോട് ചോദിച്ചു. എന്നാ ചെയ്യുമെടി? എന്തു ചെയ്യുമെന്ന് എമിലിക്കും അറിയില്ല. തേടിക്കൊണ്ടുവരാൻ ആരുമില്ല. ഉണ്ടായിരുന്ന ആൾ പോയി. പട്ടിണി എന്തെന്ന് അറിഞ്ഞിട്ടില്ലാത്ത കുഞ്ഞുങ്ങൾ രണ്ടുപേരും വിശക്കണമ്മ എന്ന് ഇടയ്ക്കിടെ കരയുന്നു. ആഞ്ചലോസിൻ്റെ വേർപാടിൽ വല്ലതുമൊക്കെ തന്നു സഹായിച്ചിരുന്ന ചങ്ങാതിമാർ മെല്ലെ മെല്ലെ പിൻവാങ്ങി. എല്ലാ കാലത്തും ദാനം കൊടുത്ത് ഒരു കുടുംബം പോറ്റാൻ ആർക്കും മനസ്സ് വരും? റെജീന ഇടയ്ക്കിടയ്ക്ക് വരും. അവൾക്ക് കിട്ടുന്ന തുച്ഛ ശമ്പളത്തിൽ നിന്ന് ഉദാരമായി കൊടുത്ത് ചേച്ചിയെ സഹായിക്കും. അങ്ങനെയിരിക്കെ ഒരു നാൾ സൈമൺ തരകൻ നേരിട്ട് വന്ന് പണം ചോദിച്ചു. ഏലിയാസ് വന്ന് എല്ലാം പറഞ്ഞിരുന്നല്ലോ. പുതിയതായിട്ട് എനിക്കൊന്നും പറയാനില്ല. എൻ്റെ പൈസ തിരിച്ചു തരണം. അത് തരാതെ ഈ കടപ്പുറത്ത് ജീവിക്കാൻ ഞാൻ സമ്മതിക്കൂല. ഇത് സൈമൺ മുതലാളിയുടെ കടപ്പുറമ. ഞങ്ങൾ എങ്ങനെയെങ്കിലും തിരിച്ചു തരാം. എങ്ങനെ തരും? എന്തെങ്കിലും ഒരു വഴി ഞങ്ങൾക്ക് മാതാവ് കാണിച്ചു തരും. മാതാവൊന്നും നിങ്ങൾക്ക് ഒരു വഴിയും കാണിച്ചു തരില്ല. എനിക്കെൻ്റെ പണം തിരിച്ചു കിട്ടണം. ഇല്ലാത്ത പണം എങ്ങനെ ഉണ്ടാക്കും മുതലാളി? സഹികെട്ട് കുഞ്ഞണ്ണ ചോദിച്ചു. എങ്ങനെ ഉണ്ടാക്കുമെന്നോ? വഴിയൊക്കെ ഞാൻ പറഞ്ഞു തരാം. പക്ഷെ അതേപോലെ ചെയ്യണം. ചെയ്യാം. വഴി എന്താന്ന് പറ. എൻ്റെ മീൻ പാപ്പയിൽ വരട്ടെ. നിങ്ങളുടെ മരുമോള് അവിടെ പണിയുണ്ട്. എമിലി നിങ്ങ മീൻകൂട്ടത്തിൽ പണിക്ക് വരാനാ? എന്താ വന്ന? അവിടെ വേറെയും പെണ്ണുങ്ങൾ മീൻ പരത്തണുണ്ട്. കൂലിയും വാങ്ങണുണ്ട്. കുഞ്ഞന്ന തലതിരിച്ച് എമിലിയെ നോക്കി. എമിലി ഒന്നും മിണ്ടുന്നില്ല. ഞങ്ങ ആലോചിച്ചിട്ട് പറയാം മുതലാളി. നിങ്ങ ആലോചിച്ചാലും ഇല്ലെങ്കിലും എനിക്കെൻ്റെ പണം കിട്ടണം. ഇല്ലെങ്കിൽ ഈ സൈമൺ തരകൻ വേറൊരു സൈമൺ തരകനാ. നിങ്ങൾ ഇതുവരെ കണ്ടിട്ടില്ല ആ സ്വരൂപം. സൈമൺ മുതലാളി അന്ത്യശാസനം നൽകി. എന്നിട്ട് കാറിൽ കയറി തിരിച്ചുപോയി. അയാൾ പോയി കഴിഞ്ഞും കുഞ്ഞന്ന എമിലിയെ നോക്കി. എമിലി ഒന്നും മിണ്ടാതെ അകത്തേക്ക് കയറിപ്പോയി. വീട്ടിൽ അടുപ്പ് പുകയാത്ത ദിവസങ്ങളും വന്നെത്തി നോക്കിയതോടെ കുഞ്ഞന്ന ആരോടെന്നില്ലാതെ പിറുപിറുത്തു. എന്നെയും എൻ്റെ മോളെ നോക്കണ്ട. അവനവൻ്റെ കുഞ്ഞുങ്ങളെ പട്ടിണിക്കിടാൻ കൊള്ളാവോ? ഒടുവിൽ ഗത്യന്തരമില്ലാതെ എമിലി സൈമൺ തരകൻ്റെ വീട്ടിൽ പോയി പണിക്ക് വരാമെന്ന് സമ്മതിച്ചു. ചെല്ലിക്കടപ്പുറത്തോട് ചേർന്ന തെങ്ങിൻ തോപ്പിലാണ് സൈമൺ തരകൻ്റെ മീൻ ചാപ്പ. വള്ളക്കാർ കൊണ്ടുവരുന്ന വില കുറഞ്ഞ മീൻ വിറ്റുപോകാതെ മിച്ചം വരുമ്പോൾ സൈമൺ തരകൻ മൊത്ത വിലക്കെടുത്ത് മീൻ ചാപ്പയിൽ എത്തിക്കും തിരിയാൻ. കൊഴുവ, കരിനന്ദൻ, വട്ടമത്തി, കൊക്കോലത്തി ഇനങ്ങളിൽപ്പെട്ട മീനുകൾ ചിലപ്പോൾ 100 കണക്കിന് കൊട്ട വാങ്ങാൻ ആളില്ലാതെ കടപ്പുറത്ത് അവശേഷിക്കും. സൈമൺ തരകൻ അതെല്ലാം തുച്ഛ വിലക്കെടുത്ത് മീൻ ചാപ്പയിൽ കൊണ്ടുപോയി പണിക്ക് വെച്ച പെണ്ണുങ്ങളെ കൊണ്ട് മീൻ പടപ്പിലിട്ട് നിരത്തും. മണൽപ്പരപ്പിലിട്ട് ഉണക്കി പായട്ടികളിലും ചാക്കുകളിലും നിറച്ച് ആലപ്പുഴ ചന്തയിലെത്തിച്ച് നല്ല വിലയ്ക്ക് വിൽക്കും. അങ്ങനെ എമിലിയും മീൻ പരത്തുന്ന പെണ്ണുങ്ങളിൽ ഒരാളായി. കാരക്കാട്ട് സൈമൺ തരകൻ്റെ മീൻ ചാപ്പയിൽ പണിക്ക് കയറി. സൈമൺ മുതലാളി എമിലിക്ക് മറ്റു പെണ്ണുങ്ങൾക്ക് കൊടുത്തതിനേക്കാൾ അധികം കൂലി നൽകി. ജാനറ്റും ഡെന്നിച്ചനും വയറു നിറയെ ചോറുണ്ട് ആഹ്ലാദിച്ച് നടന്നു. കുഞ്ഞന്നയും മിൻസിയും എമിലിയോട് സന്തോഷത്തോടെ വർത്തമാനം പറഞ്ഞു. ഒരു ദിവസം ഉച്ചനേരത്ത് ചോറ് കഴിക്കാൻ വീട്ടിലേക്ക് പോയ എമിലി മീൻ ചാപ്പയിൽ തിരിച്ചെത്തിയപ്പോൾ പെണ്ണുങ്ങളാരുമില്ല. കടപ്പുറത്ത് മീൻ പടപ്പയിൽ പരത്തിയ മീനുകൾ ഉച്ചവെയിൽ കായുന്നുണ്ട്. പെണ്ണുങ്ങൾ വരാതിരിക്കില്ല എന്ന് വിചാരിച്ച് എമിലി മീൻ പടപ്പിന് കാവലിരുന്നു. ആകാശത്ത് മഴക്കോള് കണ്ടപ്പോൾ എമിലി മീൻ പടപ്പ് തടുത്തുകൂട്ടി കുട്ടയിൽ മീൻ നിറച്ച് ചാപ്പയിലേക്ക് ചുമന്നെത്തിച്ചു തുടങ്ങി. രണ്ടാമത്തെ നട മീൻകുട്ട ചുമന്ന് ചാപ്പയിലെത്തിയപ്പോൾ അവിടെ സൈമൺ മുതലാളി അവളെ തന്നെ കണ്ണും വയ്ക്കാതെ നോക്കി നിൽപ്പുണ്ടായിരുന്നു. എമിലി അയാളുടെ കണ്ണുകളിലേക്ക് നോക്കി ഏതാനും നിമിഷം നിന്നു. അവൾ തലയിൽ നിന്ന് മീൻകുട്ട ഇറക്കും മുൻപേ സൈമൺ മുതലാളി അവളെ വട്ടം പിടിച്ച് കരവലയത്തിൽ മുറുക്കി. മീൻകുട്ട എമിലിയുടെ തലയിൽ നിന്ന് താഴെ വീണ് തറയിൽ വിരിച്ച ടാർപോളിനും തഴപ്പായകൾക്കും മീതെ ചിതറി. എമിലി രണ്ടും കൽപ്പിച്ച് ഒരു മൽപ്പിടുത്തം നടത്തി. സൈമൺ മുതലാളി അവളെ കാലിൽ കുടുക്കി നിലത്തു വീഴ്ത്തി. ഉടലിനിരുവശത്തും കൈകളൂന്നി അവളുടെ മീതെ ശരീരം ഊന്നിക്കൊണ്ട് പല്ല് കടിച്ചു കീറി. ഇനി ആർക്കു വേണ്ടിയാടി നായിൻ്റെ മോളെ നീ കിടന്ന് പിടയ്ക്കണ? നിന്റെ കല്യാണത്തിനന്ന് കണ്ടും കേട്ടും കൊതിച്ചതാ ഈ സൈമൺ തരകൻ നിന്നെ. ആഞ്ചലോ ഉണ്ടായിരുന്നപ്പോൾ ഞാൻ നിന്റെ അടുത്ത് വന്നോ? ഇല്ലല്ല. എമിലി ഒരു തവണ കൂടി പ്രാണപരാക്രമം നടത്തി നോക്കി. നിന്നെ സഹായിക്കാനൊന്നും ആരും വരാനില്ല. ഞാൻ ആ പെണ്ണുങ്ങളെ പറഞ്ഞയച്ചത്. ഈ സൈമൺ തരകനേ ഉള്ളൂ നിന്നെ സഹായിക്കാൻ. എന്നെ തള്ളിക്കളയാൻ നോക്കിയാ ഞാൻ നിന്നെയും തള്ളിക്കളയും. നിന്റെ മക്കള് വണ്ടിക്കാരുടെയും വള്ളക്കാരുടെയും മുന്നിൽ തെണ്ടി നടക്കും. നിന്റെ ശവം കടപ്പുറത്ത് അടിഞ്ഞു കയറും. നിനക്കും നിന്റെ മക്കൾക്കും ജീവിക്കണോ അതോ ചാവണോ? ആകാശത്തെ പൊരിഞ്ഞ കരിമേഘങ്ങളിൽ നിന്നൊരു മിന്നൽ പൊന്നൂല് പോലെ തീരക്കടലിലേക്ക് പാളി വീണു. ഒരിടിനാദം ഉഗ്രമായി മുഴങ്ങിയതിനൊപ്പം ചാപ്പയ്ക്ക് മീതെ വലിയ മഴത്തുള്ളികൾ വീണു. കടപ്പുറത്തെ മീൻപടപ്പിൽ പരത്തിയ മീനുകളുടെ നഗ്നമായ ഉടൽ നനഞ്ഞു കുതിർന്നു. എമിലി മഴ നനഞ്ഞാണ് വീട്ടിൽ തിരിച്ചെത്തിയത്.
കുഞ്ഞന്ന അവളുടെ തല തുവർത്താൻ തോർത്തെടുത്തു കൊടുത്തു. അവൾ അത് വാങ്ങിയില്ല. പിന്നാമ്പുറത്ത് അടുക്കളയിലേക്ക് കയറാനുള്ള ചവിട്ടുകല്ലിൽ പോയിരുന്നു. ഈ പെണ്ണിന് ഇതെന്നാ പറ്റി? കുഞ്ഞന്ന ആരോടെന്നില്ലാതെ പിറുപിറുത്തു. അരികെ ചെന്ന മക്കളെപ്പോലും അവൾ ഗവനിക്കുന്നില്ല. രാത്രിയായിട്ടും അതേ ഇരിപ്പ് തന്നെ. ഉണ്ണുന്നുമില്ല, ഉറങ്ങുന്നുമില്ല. കുഞ്ഞന്ന രാത്രി കുറേ നേരം ഉറക്കം വരാതെ കാവലിരുന്നു. പിന്നെ എപ്പോഴോ കിടന്നു മയങ്ങി. ഇടിനാദത്തിൽ ഞെട്ടിവിറച്ച് ഉറക്കം തെളിഞ്ഞു നോക്കുമ്പോൾ എമിലിയില്ല. കുഞ്ഞന്ന മഴയത്ത് കടപ്പുറത്തേക്ക് ഓടി. അവിടെ ഒരിടിമിന്നലിൻ്റെ കണ്ണഞ്ചിക്കുന്ന പ്രഭയിൽ തീരത്ത് വന്നടിയുന്ന കടലിലേക്ക് കാലെടുത്തു വെച്ച പെണ്ണിൻ്റെ രൂപം ഒരു നൊടിയിട കണ്ടു. കുഞ്ഞന്ന ഇടറിപ്പാഞ്ഞെത്തുമ്പോഴേക്കും എമിലി അരയ്ക്കൊപ്പം വെള്ളത്തിലേക്ക് ഇറങ്ങിക്കഴിഞ്ഞു. കുഞ്ഞന്ന അവളെ വട്ടം പിടിച്ചു പിന്നോക്കം വലിച്ചു. എമിലി ചെറുത്തു നിന്നു. ഒരു വൻതിര പിൻവാങ്ങുന്ന തിരയിലടിച്ച് തെറുത്തു മറിഞ്ഞു വന്ന് രണ്ടുപേരെയും തള്ളി വീഴ്ത്തി. കടൽ അവരെ നക്കിയെടുത്ത് രണ്ടുമാറു ദൂരം കൊണ്ടുപോയി. ആർത്തിരമ്പി വന്ന അടുത്ത തിര അവരെ കഴുകിയടുക്കി തീരത്ത് കൊണ്ടുപോയി ഇട്ടു. മോളെ, നിനക്കെന്നാൻ പറ്റി? കുഞ്ഞെന്നെ നിലവിളിക്കും പോലെ ചോദിച്ചു. എമിലി നനഞ്ഞ മണലിന് മീതെ കമിഴ്ന്നു കിടന്ന് അലറിക്കരഞ്ഞു. ചെല്ലിക്കടപ്പുറത്ത് പരത്തിയിരുന്ന മീൻ മുഴുവൻ മഴ നനഞ്ഞു പോയി. മഴക്കോൾ ഉണ്ടായിരുന്നിട്ടും സൈമൺ മുതലാളി മീൻ പരത്തുന്ന പെണ്ണുങ്ങളെയെല്ലാം ഉച്ച കഴിഞ്ഞു വരേണ്ടെന്ന് പറഞ്ഞയച്ചു. കടപ്പുറത്ത് മഴ വീണപ്പോൾ എമിലി മാത്രമല്ല സൈമൺ മുതലാളിയും മീൻ ചാപ്പയിലുണ്ടായിരുന്നു. കടപ്പുറത്ത് പരത്തിയ മീൻ മഴ നനഞ്ഞു പോയിട്ടും സൈമൺ മുതലാളിക്ക് ഒരു കൂസലും ഉണ്ടായില്ല. സൈമൺ മുതലാളി ആരോടും ദേഷ്യപ്പെട്ടുമില്ല. ഇതെല്ലാം ഒന്നിച്ചു വായിക്കാനുള്ള കേവല വാർത്തകളല്ല. ഇതിൽ ഓരോ വരികൾക്കും ഇടയിൽ എഴുതാത്ത വചനങ്ങൾ ഉണ്ടെന്നും ഓരോ വചനത്തിൻ്റെയും വാക്കിൻ്റെയും പുറകിൽ അടക്കിയ ചിരികളുണ്ടെന്നും ചെല്ലിക്കടപ്പുറത്ത് അറിയാം. മീൻ പരത്തുന്ന പെണ്ണുങ്ങളാണ് ഇതും പറഞ്ഞു പരത്തിയത്. കുഞ്ഞന്നയുടെ ചെവിയിൽ ഈ വിഷവിത്തുകളെത്താൻ 1 മാസത്തോളം എടുത്തു. ആദ്യമൊന്നും കുശുകുശുപ്പുകളുടെയും അടക്കം പറച്ചിലുകളുടെയും അർത്ഥം കുഞ്ഞന്നയ്ക്ക് മനസ്സിലായതുമില്ല. പിശാച് ബാധ പോലെ എമിലിയെ ചുഴറ്റിയെറിഞ്ഞ ഭീകര നൈരാശ്യത്തിനു ശേഷം എമിലി 2 കാലിൽ എഴുന്നേറ്റ് നിന്നു. പാദങ്ങൾ ഭൂമിയിൽ ഉറപ്പിച്ചു. അവൾ കടപ്പുറത്ത് മീൻ ചാപ്പയിൽ വീണ്ടും പണിക്ക് പോയി. അവളുടെ കുഞ്ഞുങ്ങൾ വയർനിറച്ചുണ്ടു പ്രസരിപ്പോടെ മുറ്റത്ത് കളിച്ചു നടന്നു. എമിലി കുഞ്ഞന്നയ്ക്ക് കടപ്പുറത്ത് ടാർപോളിൻ മേഞ്ഞ ഒരു ഷെഡുണ്ടാക്കി കൊടുത്തു. കുഞ്ഞന്ന അവിടെ വള്ളപ്പണിക്കാർക്കും വണ്ടിക്കാർക്കും മീൻ വാങ്ങാൻ വരുന്നവർക്കും ചായയും കാപ്പിയും വിറ്റു. പരിപ്പുവടയും ബോണ്ടയും വിറ്റു. ഉച്ചക്കഞ്ഞിയും പയറുകറിയും അച്ചാറും വിറ്റു. സൈമൺ മുതലാളിയുടെ അനുവാദമില്ലാതെ കടപ്പുറത്ത് കെട്ടിയ ടാർപോളിൻ ഷെഡ് പൊളിച്ചു കളയാൻ ഏലിയാസും പൊന്നപ്പനും എത്തിയപ്പോൾ എമിലി അവരുടെ മുന്നിൽ കടന്നു നിന്നിട്ട് പറഞ്ഞു, നിങ്ങളുടെ മുതലാളിയോട് ചെന്ന് പറഞ്ഞേക്ക് എമിലിയെ കെട്ടിയതെന്ന്. എമിലി കെട്ടിയത് അഴിക്കണമെങ്കിൽ സൈമൺ മുതലാളി തന്നെ വരാൻ പറ. അല്ലാതെ ആരഴിച്ചാലും ആ കൈ ഞാൻ വെട്ടും. ഏലിയാസും പൊന്നപ്പനും തിരിച്ചുപോയി. സൈമൺ മുതലാളിയോ അയാളുടെ ആളുകളോ കടപ്പുറത്ത് എമിലി കെട്ടിയ ഷെഡ് അഴിക്കാൻ വന്നതുമില്ല. കുഞ്ഞന്നയോട് കാട്ടുങ്കലെ കത്രീനയാണ് പറഞ്ഞത്, നിങ്ങളുടെ എമിലിക്ക് വയറ്റിലുണ്ടെന്ന് തോന്നണുണ്ട്, ഒന്ന് ചോദിച്ചേക്ക്. കുഞ്ഞന്ന നടുങ്ങിപ്പോയി. ആഞ്ചലോസ് അവസാനമായി കടലിൽ പോയിട്ട് 11 മാസം കഴിഞ്ഞിരിക്കുന്നു. കുഞ്ഞന്നയ്ക്ക് കടപ്പുറത്ത് കണ്ട അടക്കം പറച്ചിലുകളുടെ പൊരുൾ എന്തെന്നും മനസ്സിലായി. കാതിൽ പാതി പതിഞ്ഞ കള്ളച്ചിരികളുടെ അർത്ഥവും മനസ്സിലായി. കടപ്പുറത്ത് നിന്ന് പാഞ്ഞു ചെന്ന കുഞ്ഞന്ന എമിലിയുടെ മുന്നിൽ നിന്ന് കിതച്ചു. എന്നതാടി പെണ്ണെ ഞാനീ കേട്ടത്? ഉള്ളതാണോടി? നീ ഈ കുടുംബം നശിപ്പിച്ചോടി? എമിലിക്ക് കാര്യം മനസ്സിലായി. നശിപ്പിച്ചില്ലല്ലോ, രക്ഷിച്ചതേയുള്ളൂ. ചിലർ രക്ഷപ്പെടണമെങ്കിൽ ചിലർ നശിക്കണം, അതൊരു വിധിയാ. കുഞ്ഞന്ന തലയിൽ കൈവച്ച് ഇടിവെട്ടേറ്റ കണക്ക് നിന്നു. അമ്മയും അമ്മയുടെ മോളും എൻ്റെ മക്കളും ഞാനും വയറു നിറച്ചു ഉണ്ടില്ലേ? സൈമൺ മുതലാളി വള്ളത്തിൻ്റെയും ഇഞ്ചിൻ്റെയും വലയുടെയും പൈസ ചോദിക്കാൻ ഇങ്ങോട്ട് വന്നില്ലല്ലോ. സൈമൺ മുതലാളിൻ്റെ മണ്ണിലല്ലോ നമ്മൾ ആരോടും ചോദിക്കാണ്ട് കടയിട്ടത്. എമിലി അപ്പറഞ്ഞതിനെല്ലാം വലിയ അർത്ഥങ്ങളുണ്ടായിരുന്നു. കുഞ്ഞന്ന തിണ്ണയിൽ ചെന്നിരുന്ന് കടലിൽ കാണാതായ തൻ്റെ മകനെ ഓർത്ത് കരഞ്ഞു. തൻ്റെയും കുടുംബത്തിൻ്റെയും വിധിയെ പഴിച്ച് തോർത്തിൻ്റെ തുമ്പുകൊണ്ട് കണ്ണു തുടച്ചു. എമിലിക്ക് അത് 6-ാം മാസമായിരുന്നു. വസ്ത്രങ്ങൾ വരിഞ്ഞു മുറുക്കി എത്ര ഒളിപ്പിക്കാൻ ശ്രമിച്ചിട്ടും അവൾക്ക് അത്രയേ കഴിഞ്ഞുള്ളൂ. ചെല്ലിക്കടപ്പുറത്ത് ഇനി അറിയാൻ ആരുമില്ലെന്നായി. കേൾക്കുന്നവർക്കും കാണുന്നവർക്കും പറയുന്നവർക്കും പരിഹാസമാണ്, തമാശയാണ്, ചിരിയാണ്. ആഞ്ചലോനെ കടലെടുത്തിട്ട് 11 മാസം, അവൻ്റെ കെട്ടിയവക്ക് 7 മാസം. അന്തേരിക്കടപ്പുറത്ത് കുരിശങ്കൽ വീട്ടിലുമെത്തി വാർത്തയും പരിഹാസവും. എമിലിയുടെ അമ്മ റോസലിൻ വന്ന് ഉറഞ്ഞു തുള്ളിക്കൊണ്ട് മകളുടെ ചേട്ടത്തടിച്ചു. ബാക്കിയുള്ളവർക്ക് ഈ ലോകത്ത് ജീവിക്കണ്ടേടി പിശാശേ, നീ എൻ്റെ മകളാണോടി? ഇനി എൻ്റെ വീട്ടിൽ കയറരുത് നീ. വന്ന പോലെ തന്നെ കലിതുള്ളി റോസലിൻ തിരിച്ചുപോയി.
അപ്പൻ ദേവസിക്കുട്ടി കുരിശിങ്കൽ വീട്ടിലിരുന്ന് എനിക്കിങ്ങനെയൊരു മകളില്ലെന്ന് പ്രഖ്യാപിച്ചു. എമിലിയുടെ അനുജത്തി റെജീന ഹോസ്പിറ്റൽ ഡ്യൂട്ടി കഴിഞ്ഞ് ചേച്ചിയെ കാണാനെത്തി. അവൾ എമിലിയെ കെട്ടിപ്പിടിച്ചു കരഞ്ഞു. അവളോട് എമിലി സംഭവിച്ചതെല്ലാം തുറന്നു പറഞ്ഞു. അവളുടെ മടിയിൽ കിടന്ന് വിങ്ങിപ്പൊട്ടി. ഒടുവിൽ റെജീന പകയോടെ ചോദിച്ചു, എന്തിനാ ചേച്ചി ആ പിശാചിൻ്റെ സന്തതിയെ വയറ്റിൽ കൊണ്ടു നടന്നേ? അറിഞ്ഞപ്പോഴേ നശിപ്പിക്കായിരുന്നില്ലേ? എന്നോട് പറയായിരുന്നില്ലേ? ഇനി ചേച്ചി എങ്ങനെ ഈ കടപ്പുറത്ത് ജീവിക്കും? എങ്ങനെ ആളുകളുടെ മുഖത്ത് നോക്കും? ഇതിനേക്കാൾ ഭേദം മരിക്കുന്നതല്ലായിരുന്നോ? എൻ്റെ മക്കളെ ഓർത്തപ്പോൾ ഒന്നിനും ധൈര്യം വന്നില്ല മോളെ, എമിലി വ്യാകുലതയോടെ പറഞ്ഞു. റെജീനയ്ക്ക് ആ നിമിഷം സൈമൺ തരകനെ കൊല്ലണമെന്ന് തോന്നി. പൂർണ്ണ ഗർഭിണിയായ എമിലി വീട്ടിൽ നിന്ന് പുറത്തിറങ്ങാതെ ദിവസങ്ങൾ കഴിച്ചുകൂട്ടി. ഞായറാഴ്ച റെജീന അവളെ കാണാൻ വന്നു. പ്രസവം അടുത്തെന്ന് റെജീനയ്ക്ക് മനസ്സിലായി. പിറ്റേന്ന് തന്നെ റെജീന നിർബന്ധിച്ച് എമിലിയെ ചേർത്തല KCM ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുപോയി. പ്രാഥമിക പരിശോധനകൾക്ക് ശേഷം അവിടെ അഡ്മിറ്റാക്കി. രാത്രി എമിലിക്ക് പ്രസവവേദന തുടങ്ങി. അവളെ ലേബർ റൂമിൽ പ്രവേശിപ്പിച്ചു. റെജീന അവൾക്ക് കൂട്ടുനിൽക്കവേ ചോദിച്ചു, ചേച്ചി പ്രസവിക്കുന്ന കുഞ്ഞിനെ ആർക്കെങ്കിലും കൊടുത്തേക്കട്ടെ, നമുക്കെന്തിനാ ആ ചെകുത്താൻ്റെ സന്തതിയെ? ആരോ വയറ്റിലെ ഞരമ്പ് വലിച്ചു പറിച്ച പോലെ വേദനിച്ചു. എമിലി ഒന്ന് പുളഞ്ഞു. വെളുപ്പാൻ കാലത്ത് എമിലി ഒരാൺകുഞ്ഞിനെ പ്രസവിച്ചു. ആ സമയം റെജീനയും ലേബർ റൂമിലുണ്ടായിരുന്നു. ആ ചോരക്കുഞ്ഞിനെ കയ്യിലെടുത്ത് തുടയ്ക്കുമ്പോഴും പിന്നീട് കുളിപ്പിക്കുമ്പോഴും റെജീന പകപൂണ്ട് അതിൻ്റെ നേർക്ക് പല്ലിറുമി. അത് മരിച്ചു പിറന്നിരുന്നെങ്കിൽ എത്ര നന്നായിരുന്നേനെ എന്ന് അവൾ ആഗ്രഹിച്ചു. പിറ്റേന്ന് രാവിലെ എമിലിയെ വാർഡിലേക്ക് മാറ്റി. അന്ന് ഉച്ചതിരിഞ്ഞ് മറ്റൊരു പ്രസവ കേസ് ലേബർ റൂമിലെത്തി. പേര് ചോദിച്ച് പരിചയപ്പെട്ടു വന്നപ്പോഴാണ് റെജീന ആളെ തിരിച്ചറിഞ്ഞത്. സൈമൺ തരകൻ്റെ ഭാര്യ എൽസമ്മയാണത്. അതോടെ റെജീന തനിക്ക് കഴിയുന്നിടത്തോളം ആ സ്ത്രീയെ അവഗണിച്ചു. രാത്രി 12:15 മണിക്ക് എൽസമ്മ ഒരാൺകുട്ടിയെ പ്രസവിച്ചു. റെജീന ആ കുഞ്ഞിനെയും വെറുപ്പോടെയാണ് നോക്കിയതും പരിചരിച്ചതും. പിറ്റേന്ന് കാലത്ത് കുഞ്ഞുങ്ങളെ കുളിപ്പിക്കാനും ഇളവയിൽ കൊള്ളിക്കാനുമായി ലേബർ റൂമിലേക്ക് കൊണ്ടുവന്നപ്പോൾ റെജീനയുടെ മനസ്സിൽ സാത്താൻ വിത്തിട്ട പോലെ ഒരു പൈശാചികത പൊട്ടിമുളച്ചു. തൻ്റെ ചേച്ചി നൊന്തു പ്രസവിച്ച മകൻ സൈമൺ മുതലാളിയുടെ ബംഗ്ലാവിൽ പോയി രാജകുമാരനെ പോലെ ജീവിക്കട്ടെ. സൈമൺ തരകൻ അവനെ കൊഞ്ചിച്ചും ലാളിച്ചും വളർത്തട്ടെ. സൈമൺ തരകന് അയാളുടെ ഭാര്യയിൽ പിറന്ന മകൻ ചെല്ലിക്കടപ്പുറത്ത് തെണ്ടിപ്പെറുക്കി ജീവിക്കട്ടെ. ഇതാണ് തൻ്റെ ചേച്ചിക്കു വേണ്ടി സൈമൺ തരകനോട് തനിക്ക് ചെയ്യാവുന്ന ഏറ്റവും ചെറിയ പ്രതികാരം. റെജീന അതെല്ലാം ഒന്നുകൂടി മനസ്സിലിട്ട് പാറ്റിക്കുഴിച്ചു നോക്കി. പിന്നെ കുഞ്ഞുങ്ങളെ തമ്മിൽ വെച്ചുമാറി. അധ്യായം 3. കഠിനവേദനയുടെ മുൾപടർപ്പുകൾ എമിലിയുടെ ശരീരത്തിൽ നിന്ന് ഇനിയും അടർന്നു പോയിട്ടുണ്ടായിരുന്നില്ല. ലേബർ റൂമിലെ പ്രസവക്കിടക്കയിൽ അവളുടെ ശരീരം ചുഴലിക്കാറ്റിൽ കടപുഴകി വീഴാതെ വളഞ്ഞു പിരിഞ്ഞ് കഷ്ടിച്ചു പിടിച്ച് നിൽക്കുന്നൊരു ചെറുവൃക്ഷമായിരുന്നു. വേദന കൊണ്ട് കാഴ്ച മറയുന്ന പാതി വെളിച്ചത്തിൽ അർദ്ധബോധത്തിൽ കുഞ്ഞിനെ 2-3 തവണ മുലയൂട്ടിയപ്പോൾ കണ്ട ഓർമ്മയ്ക്ക് പോലുമുണ്ടായിരുന്നു ഒരു മങ്ങൽ. കുളിപ്പിച്ച് വെയിൽ കായ്ച്ചു കൊണ്ടുവന്ന കുഞ്ഞിനെ റെജീന എമിലിയുടെ അരികെ കിടക്കയിൽ കിടത്തി. പാതി മയക്കത്തിലായിരുന്ന എമിലി ഞെട്ടി കണ്ണു തുറന്നു നോക്കി. അരികെ ഫ്ലാനലിൽ പൊതിഞ്ഞ ശരിക്ക് കണ്ണു തുറക്കാത്ത, കയ്യും കാലും പെടരാത്ത, ഇടയ്ക്കിടെ വെതുമ്പി വിറകൊള്ളുന്ന ആ കുരുന്നിൻ്റെ മുഖത്തേക്ക്. എന്നിട്ട് അനുജത്തിയെ നോക്കി. കുളിപ്പിച്ചപ്പോൾ ഇത്തിരി നിറം കുറഞ്ഞോ? റെജീനയുടെ നെഞ്ചിലൊരു മിന്നൽ പാളി. കുഞ്ഞുങ്ങൾ അങ്ങനെയാ ചേച്ചി, ഉണ്ടാവുമ്പോഴത്തെ നിറമൊക്കെ മാഞ്ഞു പോകും. ഈ തൊലി ഇളകിപ്പോയിട്ട് വേറെ തൊലി വരും. എമിലി വീണ്ടും കുഞ്ഞിനെ നോക്കി. ഒരു പൂച്ചക്കുഞ്ഞിൻ്റെ അത്രയേ ഉള്ളൂ. വെയിൽ കൊള്ളിച്ചതിൻ്റെ ആയിരിക്കും അല്ലേ? ഓ, അതിൻ്റെ ഒന്നുമല്ല, ചേച്ചിക്ക് ചുമ്മാ തോന്നുന്നതാ. ഇതിനേക്കായാലും നിറമുണ്ടായിരുന്ന പോലെ എനിക്കൊരു തോന്നൽ. നിറം കൂടുതലുള്ള കുഞ്ഞിനെ വേണോ ചേച്ചിക്ക്? കാരക്കാട്ടെ എൽസമ്മ പ്രസവിച്ചിട്ടുണ്ട്. ആ കുഞ്ഞിനെ വേണമെങ്കിൽ എടുത്തോണ്ട് വന്ന് തരാം. അതും സൈമൺ തരകൻ്റെയാ. എമിലിയുടെ മുഖം വാടി. ഈ കുഞ്ഞ് തൻ്റെ ജീവിതത്തിന് മേൽ ഒഴുകിപ്പടരുന്ന കരിമഷിയാണെന്ന് എമിലിക്കറിയാം. തൻ്റെ ജീവിതത്തിലെ ഏറ്റവും വലിയ അപമാനമാണിവൻ. നിനക്കെന്നോട് ദേഷ്യ അല്ലേ റെജിമോളെ? ദേഷ്യമൊക്കെയുണ്ട്, പക്ഷേ ചേച്ചിയുടെ തെറ്റല്ലെന്ന് എനിക്കറിയാം. ചേച്ചിയുടെ സ്ഥാനത്ത് ഞാനാണെങ്കിൽ ഉണ്ടല്ലോ, ആശുപത്രിയിൽ നിന്നിറങ്ങുമ്പോൾ നേരെ കാരക്കാട്ട് ബംഗ്ലാവിലോട്ട് പോകും. എന്നിട്ട് ഇതിനെ കാരക്കാടിൻ്റെ തിണ്ണയിലോട്ട് വെച്ചു കൊടുത്തിട്ട് പറയും, നീ വിതച്ച വിത്ത നീ തന്നെ കൊയ്തെടുത്തോളാൻ. നമുക്കെന്തിനാ ചേച്ചി ഈ മുതൽ? റെജീനയുടെ സ്വരത്തിലെ പകയും വെറുപ്പും എമിലിയെ അന്താളിപ്പിച്ചു. റെജിമോളെ, ഈ കുഞ്ഞ് എന്ത് പിഴച്ചു? എൻ്റെ വയറ്റിൽ കുരുത്തുപോയില്ലേ? ഇതിൻ്റെ വിധി അങ്ങനാണെന്ന് കരുതിയാൽ മതി. ചേച്ചിയുടെ വിധി എന്തായിരിക്കുമെന്ന് ഒന്ന് ആലോചിച്ച് നോക്ക്. മനുഷ്യൻ്റെ കണ്ണുവെട്ടത്ത് ഇറങ്ങാൻ പറ്റുമോ? പിശാചിൻ്റെ സന്തതിയെക്കൊണ്ട് ചേച്ചി മരിക്കണ കാലം വരെ ആളുകൾ പറയൂലേ, ഇവനെ ചേച്ചി പിഴച്ചു പറ്റതാണെന്ന്.
ഇവൻ തന്തയ്ക്ക് പിറക്കാത്തവനാണെന്ന്. എമിലി ഞെട്ടിപ്പോയി. അങ്ങനൊന്നും അവൾ ചിന്തിച്ചിട്ട് കൂടിയുണ്ടായിരുന്നില്ല. ഒരു തെറ്റുപറ്റി. അത് തൻ്റെ ഇടർച്ച കൊണ്ട് ഉണ്ടായതല്ലെന്ന് നാട്ടുകാർക്കെല്ലാം അറിയാം. പരുന്ത് കോഴിക്കുഞ്ഞിനെ റാഞ്ചിക്കൊണ്ടു പോകുന്നത് പോലെ സംഭവിച്ചതായിരുന്നു അത്. സൈമൺ തരകൻ്റെ സ്വഭാവവും ചെല്ലിക്കടപ്പുറക്കാർക്ക് ശരിക്കറിയാം. എന്നിട്ടും നാട്ടുകാർ തന്നെ പിഴച്ചവളെന്ന് മുദ്ര കുത്തുമോ? ഇവൻ്റെ മുഖത്ത് നോക്കി തന്തയില്ലാത്തവൻ എന്ന് വിളിക്കുമോ? ഇല്ല, അത് താൻ സമ്മതിച്ചു കൊടുക്കില്ല. മനസ്സിലുറപ്പിച്ചെങ്കിലും എമിലിയുടെ കണ്ണിൽ വെള്ളം നിറഞ്ഞു കവിഞ്ഞു. റെജീനയ്ക്ക് മനസ്സലിവ് തോന്നി. കിടക്കക്കരികെ ഇരുന്നിട്ട് അവൾ എമിലിയുടെ ശിരസ് തലോടി. ചേച്ചിയെ വിഷമിപ്പിക്കാൻ പറഞ്ഞതല്ല. ചേച്ചി ഇതിനെ സ്നേഹിക്കാനൊന്നും പോണ്ട, കേട്ടല്ലോ. 4-5 വയസ്സ് വളർത്തി പ്രാഞ്ചറാക്കി വിട്ടേക്കണം കടപ്പുറത്തോട്ട്. മീൻ പെറുക്കി ജീവിക്കട്ടെ. എന്തൊക്കെ പറഞ്ഞാലും എൻ്റെ മോനല്ലേടി റെജിമോളെ. അല്ല, അങ്ങനെ വിചാരിക്കുക പോലും വേണ്ട. ഇത് കാരക്കാട്ടെ സൈമൺ തരകൻ്റെ മോനാ. ചേച്ചിയെ ദ്രോഹിച്ച സൈമൺ തരകനോടും അയാളുടെ മകനോടും ഒരു ദയം കാണിക്കണ്ട. അങ്ങനെ കടുപ്പിച്ച് പറഞ്ഞിട്ട് റെജീന എഴുന്നേറ്റ് അവളുടെ ഡ്യൂട്ടിയിലേക്ക് പോയി. എമിലി കുഞ്ഞിൻ്റെ മുഖത്തേക്ക് വീണ്ടും നോക്കി. റെജീന പറഞ്ഞ കാഴ്ചപ്പാടിലൂടെ അതിനെ കാണാൻ ഒരു ശ്രമം നടത്തി. ഇത് തൻ്റെ കുഞ്ഞല്ല, കാരക്കാട്ടെ സൈമൺ തരകൻ്റെ വിഷബീജത്തിൽ നിന്ന് ജനിച്ച അവിഹിത സന്തതിയാണ്. എമിലിക്ക് മീൻ ചാപ്പയിലെ ആ അപരാഹ്നവും മീൻ പടപ്പും ഇടിവെട്ടി പെയ്ത മഴയും സൈമൺ തരകൻ്റെ വിയർത്ത ശരീരവും എല്ലാം ഓർമ്മ വന്നു. ആ നിമിഷത്തിൽ അരികെ കിടക്കുന്ന കുഞ്ഞിനോട് അവൾക്ക് വെറുപ്പ് തോന്നി. കുഞ്ഞ് പാതി കൺ തുറന്ന് ആരെയും കാണാതെ നാവ് നൊട്ടി നനച്ച് ഒന്ന് വിതുമ്പി. തണുപ്പുകാറ്റേറ്റ പോലെ ഉടൽ വിറപ്പുണ്ടു. പിന്നെ കരയാൻ തുടങ്ങി. എമിലി മനസ്സിൽ കെട്ടിപ്പൊക്കിയ പ്രതിഷേധമെല്ലാം ഇടിഞ്ഞു വീണു. അവൾ ബന്ധപ്പെട്ട് എഴുന്നേറ്റിരുന്ന് കുഞ്ഞിനെ വാരിയെടുത്ത് നെഞ്ചോട് ചേർത്തു. വിശക്കണുണ്ടോടെ മുത്തേ? അവൾ തൻ്റെ വലതു മാറിടം അവനായി തുറന്നു കൊടുത്തുകൊണ്ട് മന്ത്രിച്ചു. അവൻ അമ്മിഞ്ഞ പാൽ കുടിച്ചു തുടങ്ങിയപ്പോൾ അവൾ മുഖം താഴ്ത്തിക്കൊണ്ടുവന്ന് അവൻ്റെ ശിരസിൽ മുത്തി. ആ നിമിഷം അവൻ കാരക്കാട്ട് സൈമൺ തരകൻ്റെ അവിഹിത സന്തതിയായിരുന്നില്ല, എമിലിയുടെ മാത്രം പുത്രനായിരുന്നു. എമിലി ഇപ്പോൾ കേവലം ഒരമ്മ മാത്രമായിരുന്നു. കാരക്കാട്ട് സൈമൺ തരകൻ്റെ ഭാര്യ എൽസമ്മയുടെ അടുത്തേക്ക് കുളിപ്പിച്ച് വെയിൽ കായ്ച്ച കുഞ്ഞിനെ കൊണ്ടു കിടത്തിയതും റെജീന തന്നെയായിരുന്നു. എൽസമ്മയ്ക്ക് തൻ്റെ 5ാമത്തെ പ്രസവമായിരുന്നു. ആശുപത്രി കിടക്കയിൽ തലക്ക് ഭാഗത്തേക്ക് തലയണ ചാരി വെച്ച് കിടന്ന എൽസമ്മ കുഞ്ഞിനെ തൻ്റെ നെഞ്ചോട് ചേർത്ത് വെച്ചു. കുഞ്ഞിനെ തിരികെ കൊണ്ടുവന്നപ്പോൾ അവനൊന്നുകൂടി സുന്ദരനായതുപോലെ എൽസമ്മയ്ക്ക് തോന്നി. മുടി ഇത്രയും ഉണ്ടായിരുന്നോ എന്നൊരു സംശയം. അല്പം ചെമ്പിച്ച മുടിയായിരുന്നില്ലേ എന്നും എൽസമ്മയ്ക്ക് തോന്നി. അതേപ്പറ്റി സംശയം പ്രകടിപ്പിച്ചപ്പോൾ റെജീന പറഞ്ഞു, വയറ്റിൽ കിടക്കുമ്പോഴത്തെ വളർച്ചയല്ല കുഞ്ഞിന് പ്രസവം കഴിയുമ്പം. ഓരോ ദിവസവും പെട്ടെന്ന് വളരും. നിറം മാറ്റമൊക്കെ പെട്ടെന്നാ. ഇപ്പം തന്നെ കണ്ടില്ലേ, കുളിപ്പിച്ച് ഇളവയിൽ കാഞ്ഞു കഴിഞ്ഞപ്പോൾ ഇവൻ സുന്ദരക്കുട്ടപ്പനായില്ലേന്ന് നോക്കിയേ. ചെമ്പൻ തലമുടിയൊക്കെ പോയിട്ട് നല്ല കറുത്ത മുടി വളർന്നു വരാൻ അധികം സമയമൊന്നും വേണ്ട. എൽസമ്മ കുഞ്ഞിനെ അഭിമാനത്തോടെ നോക്കി. റെജീനയുടെ മനസ്സിൽ ഒരു ശങ്ക ഉണർന്നു. എൽസമ്മയ്ക്ക് എന്തെങ്കിലും സംശയമുണ്ടോ? ഉണ്ടെങ്കിൽ അത് മുളയിലേ നുള്ളണം. കുഞ്ഞിനെ മാറിപ്പോയെന്ന് തോന്നണുണ്ടോ? ഉണ്ടെങ്കിൽ DNA ടെസ്റ്റ് നടത്തി നോക്കാവുന്നതേ ഉള്ളൂ. അപ്പം മനസ്സിലാകും ഇവൻ്റെ അപ്പൻ കാരക്കാട്ട് സൈമൺ തരകൻ തന്നെയാണെന്ന്. എനിക്കൊരു സംശയവുമില്ല സിസ്റ്ററെ. എൻ്റെ തോന്നൽ പറഞ്ഞെന്നേയുള്ളൂ. എൻ്റെ മോൻ നല്ല സുന്ദരനായിരിക്കുന്നതല്ലേ എനിക്ക് സന്തോഷം. പിന്നല്ലാതെ. ഇവൻ്റെ തല കണ്ടോ? കുളിപ്പിച്ചപ്പോഴാ ഞാൻ ശ്രദ്ധിച്ചേ. ഇരട്ടച്ചുഴിയാ. രാജയോഗമുള്ളവർക്കാ ഇരട്ടച്ചുഴി. അത് കേട്ടപ്പോൾ എൽസമ്മയ്ക്ക് ഒന്നും കൂടി അഭിമാനവും സന്തോഷവും തോന്നി. കുഞ്ഞിന് പാല് കൊടുത്താട്ടെ, വിശക്കണുണ്ടാവും, റെജീന പറഞ്ഞു. അവൾ തന്നെ കുഞ്ഞിനെ എടുത്ത് എൽസമ്മയുടെ മടിയിൽ വെച്ചു കൊടുത്തു. എൽസമ്മ നൈറ്റിയുടെ ഹുക്ക് മാറ്റി കുഞ്ഞിൻ്റെ മുഖം ഇടത്തെ മാറിടത്തോട് ചേർത്തു. റെജീന കൗതുകത്തോടെ നോക്കിക്കൊണ്ട് നിന്നു. ഇവനെ സൽസ്വഭാവിയായിട്ട് വളർത്തണേ. സൈമൺ തരകൻ്റെ വഷളത്തരമൊന്നും ഇവൻ പഠിക്കാൻ ഇടവരുത്തല്ല. എൻ്റെ ഹസ്ബൻഡിനെ അറിയോ സിസ്റ്ററിന്? തെല്ല് വിസ്മയത്തോടെ എൽസമ്മ ചോദിച്ചു. സൈമൺ തരകനെ ആർക്കാ അറിയാത്തെ? പണ്ടേ തറവാട്ടുകാരല്ലേ? മുനമ്പം മുതൽ തെക്കോട്ട് നീണ്ടകര വരെ നീണ്ടു പരന്നു കിടക്കുമല്ലേ സൈമൺ മുതലാളിയുടെ കടപ്പുറ സാമ്രാജ്യം. സ്വഭാവം കൂടി നല്ലതായിരുന്നെങ്കിൽ. എൻ്റെ ഭർത്താവിനെ പറ്റി എന്തൊക്കെയാ സിസ്റ്റർ കേട്ടിരിക്കണേ? വേണ്ട, ഞാനായിട്ടൊന്നും പറയുന്നില്ല. എന്തിനാ വെറുതെ മനപ്രയാസം? അതും പ്രസവിച്ച് കിടക്കണ നേരത്ത്. ഇപ്പം ശരീരത്ത് കൊണ്ടാലും മനസ്സിൽ കൊണ്ടാലും മെരുപ്പതാ. സമാധാനവും സന്തോഷവുമായിട്ട് കഴിയുന്നവര് അങ്ങനെ തന്നെ ജീവിച്ചു പോണതാ നല്ലത്. സിസ്റ്ററിൻ്റെ വീടെവിടാ? അന്തേരിയില. ഞാനും കുറേയെല്ലാം കേട്ടിട്ടുണ്ട് എൻ്റെ മക്കളുടെ പപ്പയെപ്പറ്റി. സ്വന്തം വീട്ടിൽ നിന്ന് ഇറങ്ങിപ്പോന്നിട്ടല്ലേ ഒരു പെണ്ണ് വേറൊരു വീട്ടിൽ ചെന്ന് വലതുകാല് വെച്ച് കയറുന്നേ. തിരിച്ചു പോകാൻ പറ്റാത്തൊരു യാത്രയത്.
സാരമില്ലെന്നേ, ഒരു കണക്കിന് നോക്കിയാൽ നിങ്ങൾക്കല്ലേ സുഖവും സന്തോഷവും. പണം ഇഷ്ടം പോലെ ഉണ്ടെങ്കിൽ പിന്നെ എന്താ വേണ്ടേ? മനസ്സമാധാനം ഇത്തിരി കുറയുമായിരിക്കും. ഓ, അതെല്ലായിടത്തും കണക്കാ. സിസ്റ്ററിനെ എനിക്ക് ഇഷ്ടപ്പെട്ടു. നല്ല ലോകവിവരവും അറിവും പാകതയും ഒക്കെ ഉണ്ടല്ലോ. ഈ പ്രായത്തിൽ കല്യാണം കഴിച്ചതാണോ? അല്ലല്ലോ. അല്ല ചേച്ചി, ഞാനിപ്പം വരാവേ. കുഞ്ഞു പാല് കുടിക്കുമ്പം വിൽക്കാതെ നോക്കണേ. റജീന വേഗം മുറി വിട്ടുപോയി. ഇത്രയും നല്ലൊരു നേഴ്സ് പരിചരിക്കാനുണ്ടായത് ഭാഗ്യമാണെന്ന് ചിന്തിച്ചുകൊണ്ട് എൽസമ്മ പാൽ കുടിക്കുന്ന തൻ്റെ പിഞ്ചു പൈതലിൻ്റെ ശിരസ് മെല്ലെ തലോടി. സൈമൺ തരകൻ്റെ കാർ ആശുപത്രി വളപ്പിനുള്ളിൽ ഡോക്ടേഴ്സിനുള്ള പാർക്കിംഗ് ഏരിയയിൽ വന്നു നിന്നു. സെക്യൂരിറ്റി ഉടൻ ഓടി വന്നു. സാറേ, കാർ ഇവിടെ ഇടല്ലേ. ഇവിടെ ഇട്ടാലെന്താ? സൈമൺ തരകൻ സെക്യൂരിറ്റിയെ അടിമുടി നോക്കി. ഇത് ഡോക്ടർമാർക്ക് പാർക്ക് ചെയ്യാനുള്ള സ്ഥലമാ. ഞാനാ ഇവിടുത്തെ വലിയ ഡോക്ടർ. ആ വിവരം തനിക്കറിഞ്ഞുകൂടാ? സൈമൺ തരകൻ ചോദിച്ചു. ആദ്യമൊരു സംശയം തോന്നിയെങ്കിലും സെക്യൂരിറ്റിക്ക് മനസ്സിലായി ഇയാൾ തന്നെ കബളിപ്പിക്കുകയാണെന്ന്. ജുബായും മുണ്ടും ധരിച്ച ഡോക്ടർമാരെ ആളിതുവരെ കണ്ടിട്ടില്ല. കാർ മാറ്റിയിട് സാറേ. ഇവിടെ ഇട്ട ഡോക്ടർ വരുമ്പം എന്നെ വഴക്ക് പറയും. മാറി നില്ലടാ. സൈമൺ തരകൻ അയാളുടെ കഴുത്തിന് പിടിച്ചു തള്ളി. ഓർക്കപ്പുറത്തായതുകൊണ്ട് സെക്യൂരിറ്റിക്കാരൻ പിന്നോട്ട് വേച്ചു വീണു. സൈമൺ തരകൻ കാഷ്വാലിറ്റി ബോർഡിന് കീഴിലൂടെ ഹോസ്പിറ്റലിലേക്ക് നടന്നുപോയി. പൊന്നപ്പനും ഏലിയാസും അയാളെ അനുഗമിച്ചു. സൈമൺ തരകൻ്റെ കുഞ്ഞ് ആശുപത്രി മുറിയിലെ തൊട്ടിലിൽ കിടന്നു ഉറങ്ങുകയായിരുന്നു. അപ്പോഴാണ് ഒച്ച വെച്ചുകൊണ്ട് സൈമൺ തരകനും പൊന്നപ്പനും ഏലിയാസും കടന്നു വന്നത്. എൽസമ്മയുടെ സമീപം അവളുടെ അമ്മ സൂസമ്മയുമുണ്ട്. അവർ സംസാരിച്ചുകൊണ്ട് കിടക്കയിലിരിക്കുകയാണ്. സൈമൺ തരകനെ കണ്ട് സൂസമ്മ എഴുന്നേറ്റു. എൽസമ്മ എണീക്കാനാഞ്ഞപ്പോൾ സൈമൺ തരകൻ കൈകാട്ടി വിലക്കി. അവിടെ കിടന്നോ, ഞാൻ കൊച്ചിനെ കാണാൻ വന്നതാ. സൈമൺ തരകൻ തൊട്ടിലിനരികെ ചെന്ന് കുനിഞ്ഞു. കുഞ്ഞിൻ്റെ മുഖം പാതിയും ഫ്ലാനലിനടിയിൽ മറഞ്ഞിരിക്കുകയായിരുന്നു. സൈമൺ തരകൻ തൻ്റെ വിരലുകൾ കൊണ്ട് ഫ്ലാനൽ മാടി നീക്കി. ഇപ്പോൾ ഉറങ്ങുന്ന കുഞ്ഞിൻ്റെ മുഖം അനാവൃതമായി. നോക്കട ഏലിയാസേ, പൊന്നപ്പ, എൻ്റെ മകൻ കിടക്കണ കിടപ്പ് കണ്ടോ? രാജാവിൻ്റെ മകനെപ്പോലെ. പൊന്നപ്പനും ഏലിയാസും തല നീട്ടി നോക്കി. മുതലാളിയെ വെച്ചു വാർത്ത പോലുണ്ട്, ഏലിയാസ് പറഞ്ഞു. ചുമ്മാ പൊക്കല്ലേട ഏലിയാസേ, സത്യം പറ. സത്യമാ മുതലാളി. അതേ നിറം, അതേ മുഖം. ഇവനിത്തിരി നിറം കൂടുതലല്ലേടാ എന്നേക്കാളും. എൻ്റെ മൂത്ത മക്കൾക്കൊന്നിനും ഇത്ര നിറം കിട്ടിയില്ലല്ലോ. ഇത് മുതലാളിയുടെ ഐശ്വര്യമല്ലേ? അതിൻ്റെ ലക്ഷണമായത്, ഏലിയാസ് പറഞ്ഞു. പൊന്നപ്പ, നമുക്കിത് ആഘോഷിക്കണം. ചെല്ലിക്കടപ്പുറത്ത് ഇതൊരു വലിയ സംഭവമാക്കണം. കള്ള എത്ര വേണം, കപ്പ എത്ര വേണമെന്ന് നിങ്ങൾ രണ്ടുപേരും കൂടി തീരുമാനിച്ചോ? സൈമൺ തരകൻ നിർദ്ദേശിച്ചു. വെറുതെ എന്തിനാ കള്ളു കുടിച്ചും നാട്ടുകാരെ കുടിപ്പിച്ചും പൈസ കളയുന്നേ? ആ പൈസ ഏതെങ്കിലും ഓർഫനേജിന് കൊടുത്താൽ അത്രയും നല്ലത്, എൽസമ്മ പറഞ്ഞു. പ്രസവിച്ചു കിടക്കുന്നോള് അനങ്ങാതെ അവിടെ കിടന്നോ. എൻ്റെ മോൻ ജനിച്ച ദിവസം ഇത്. അതെങ്ങനെ ആഘോഷിക്കണമെന്ന് ആരും പഠിപ്പിച്ചു തരണ്ട, എനിക്കറിയാം. സൈമൺ തരകൻ ഭാര്യയെയും അമ്മയെയും മാറി മാറി നോക്കി. എന്നിട്ട് പൊന്നപ്പനോട് പറഞ്ഞു, ഇന്ന് വൈകുന്നേരം ഞാൻ പറഞ്ഞ പോലെ ആഘോഷിക്കണം. ഇവിടെ വേറൊരുത്തി കൂടി പ്രസവിച്ചു കിടപ്പുണ്ട്. തൈമാസപ്പറമ്പിലെ ആഞ്ചലോസിൻ്റെ ഭാര്യ എമിലി. സൂസമ്മ സൈമൺ തരകൻ്റെ മുഖത്തു നോക്കി കൂസലില്ലാതെ പറഞ്ഞു. അവൾ പ്രസവിച്ച കുഞ്ഞിൻ്റെ അപ്പനും കാരക്കാട്ട് സൈമൺ തരകൻ തന്നെയാണല്ലോ. അതിനെ ചെന്ന് കാണണ്ടേ? അതിൻ്റെ ജന്മദിനവും ആഘോഷിക്കണ്ടേ? മുഖമടച്ച് അടി കിട്ടിയ പോലെ നിന്നുപോയി സൈമൺ തരകൻ. കടുത്ത ദേഷ്യത്തോടെ അയാൾ സൂസമ്മയെ നോക്കി. സൈമൺ തരകന് അങ്ങനെ പലയിടത്തും കാണും. അതിന് പോന്നവനാ സൈമൺ തരകൻ. ഓടി നടന്ന് പലയിടത്തും വിത്ത് വിതച്ചിട്ടുണ്ടെന്നറിയാം. എന്നാലും ചെല്ലിക്കടപ്പുറത്ത് സൈമൺ തരകൻ്റെ മൂക്കിന് കീഴെ ഒരു ജാരസന്തതി വളർന്നു വരുന്നത് കാണാൻ ഞങ്ങൾക്കിത്തിരി ഉളുപ്പുണ്ട്. മകളുടെ ജീവിതം ഒരു കശ്മലിൻ്റെ കാൽക്കീഴിൽ കൊണ്ടിട്ട് കൊടുത്തതിൻ്റെ വേദനയും കുറ്റബോധവും തീരാൻ സൂസമ്മയ്ക്ക് ഈ ജന്മം പോരാ. പണവും പ്രതാപവും തറവാടിൻ്റെ കീർത്തിയും എല്ലാം നോക്കി വലിയ പ്രതീക്ഷയോടെ നടത്തിയതാണ് സൈമൺ തരകനുമായി മകളുടെ വിവാഹം. കാരക്കാട്ട് തറവാട് പണ്ടേ പ്രശസ്തമായിരുന്നു. അവരുടെ ഭൂസ്വത്ത് ചേർത്തല പടിഞ്ഞാറ് മുതൽ ആലപ്പുഴ തെക്ക് പുന്നപ്ര വരെ പലയിടത്തായി വ്യാപിച്ചു കിടന്നിരുന്നു. പണ്ടേ കാലത്ത് പോലീസ് സ്റ്റേഷനും കോടതിയും എല്ലാം കാരക്കാട്ട് തറവാടായിരുന്നു. അംശം അധികാരിയായിരുന്നു കാരക്കാട്ട് കാരണവർ. കൊല്ലിനും കൊലയ്ക്കും അധികാരമുണ്ടായിരുന്നു. തല്ലേണ്ടവരെ തല്ലും, കൊല്ലേണ്ടവരെ കൊല്ലും. കേസും കൂട്ടവും ചോദ്യവും ഒന്നുമില്ല. പാവപ്പെട്ടവരെ ദ്രോഹിച്ചതിന് കണക്കില്ലെന്ന് പിൽക്കാലത്താണ് സൂസമ്മയും കുടുംബവും അറിഞ്ഞത്. കാരക്കാട്ട് മുതലാളിമാർ വഴി നടക്കുമ്പോൾ പാവപ്പെട്ടവൻ തോർത്തു ചുരുട്ടി കഷത്തിൽ വെച്ച് തൊഴുതുമാറി നിൽക്കേണ്ട കാലം ഉണ്ടായിരുന്നു. കാരക്കാട്ടുകാർ തീറ്റിയും കുടിയും കൊടുത്ത് വേട്ടപ്പട്ടികളെപ്പോലെ നിലനിർത്തി വന്ന ഗുണ്ടാസംഘം
കാരക്കാട്ടുകാരുടെ അനീതികളെ ചെറുത്തു നിന്നവരെയെല്ലാം അടിച്ചൊതുക്കി കൊല്ലേണ്ടവരെ കൊന്നു തീർത്തു. ഒരു കൊലപാതകം നടന്നാൽ ആലപ്പുഴ നിന്ന് CIO SIO വന്ന് കാരക്കാട്ടുകാരുടെ തറവാട്ടിലിരുന്ന് എഴുതി കുത്തിപ്പോകും. കൊലക്കേസുകളും തല്ലുകേസുകളും തെളിവില്ലാതെ തള്ളിപ്പോവുകയുള്ളൂ. സത്യത്തിൻ്റെയും നീതിയുടെയും ചരിത്രമല്ല കാരക്കാട്ട് തറവാട്ടിൻ്റെ അടിത്തറയെന്ന് സൂസമ്മയും ഭർത്താവും മാമച്ചനും വൈകിയാണ് അറിഞ്ഞത്. അധർമ്മത്തിൻ്റെയും അനീതിയുടെയും അക്രമങ്ങളുടെയും അടിത്തറയിൽ നിന്നാണ് കാരക്കാട്ട് തറവാട് കെട്ടിപ്പൊക്കിയത്. മകളുടെ ജീവിതം കുരങ്ങൻ്റെ കയ്യിൽ കൊടുത്ത പൂമാലയാണെന്ന് ബോധ്യമായപ്പോൾ മുതൽ ആ മാതാപിതാക്കളുടെ നെഞ്ചുരുകുന്നതാണ്. എല്ലാ വേദനകളും അർത്തുങ്കൽ പുണ്യാളന് സമർപ്പിച്ച് മാതാവിനോട് പ്രാർത്ഥിച്ച് പരലോകത്തെങ്കിലും മോക്ഷവും മുക്തിയും കിട്ടും എന്നാശ്വസിച്ച് കഴിഞ്ഞുകൂടുകയാണ്. സൂസമ്മയുടെ അധിക്ഷേപത്തിന് മറുപടി പറയാൻ വാക്ക് കിട്ടാത്തതുകൊണ്ട് 2 തെറിയാണ് സൈമൺ തരകൻ്റെ നാവിൽ വന്നത്. അയാളത് പല്ല് കടിച്ചമർത്തി ആത്മഗതം പോലെ പിറുപിറുത്തുകൊണ്ട് മുറിവിട്ടിറങ്ങി. ആശുപത്രി ഇടനാഴിയിൽ വെച്ച് സൈമൺ ഏലിയാസിനോട് തിരക്കി. കടലിൽ പോയി ചത്ത ആഞ്ചലോൻ്റെ കെട്ടിയോള് ഈ ആശുപത്രിയിലാണോടാ പെറ്റുകിടക്കണേ? അതേന്ന് തോന്നണം മുതലാളി. അതാരും പറഞ്ഞില്ലല്ലോ. അവൾ പ്രസവിക്കാറായോന്ന് പോലും അറിഞ്ഞില്ലല്ലോ. ശരിയാ മുതലാളി, ആരും പറഞ്ഞില്ല. അവൾ പ്രസവിച്ച കുഞ്ഞിൻ്റെ അപ്പൻ ഞാനാണെന്ന് ആ തള്ള എങ്ങനെ അറിഞ്ഞു? ആര് പറഞ്ഞു കൊടുത്തു? മുതലാളിയുടെ വീട്ടുകാരത്തിക്ക് അറിയാലോ. അവളോട് ആര് പറഞ്ഞു? അതൊക്കെ ചെല്ലിക്കടപ്പുറത്ത് എല്ലാവർക്കും അറിയാവില്ല. ആരെങ്കിലും പറഞ്ഞു കൊടുത്തു കാണും. സൈമൺ തരകൻ വഴിമുട്ടിയതുപോലെ ഇടനാഴിക്ക് കുറുകെ നിന്നു. ആഞ്ചലോൻ്റെ കെട്ടിയോള് പെറ്റുകിടക്കണത് ഏത് മുറിയിലാടാ? അറിഞ്ഞൂടാ മുതലാളി, പ്രസവത്തിൻ്റെ വാർഡിലായിരിക്കും. അതിനെ ആരാ ഇങ്ങോട്ട് കെട്ടിയെടുത്തേ? റെയിൽവേ സ്റ്റേഷനടുത്ത് സർക്കാർ ആശുപത്രി ഇല്ലായിരുന്നോ? പൊന്നപ്പനും ഏലിയാസും തമ്മിൽ നോക്കി. പാവപ്പെട്ടവരാരും പ്രൈവറ്റ് ഹോസ്പിറ്റലിൽ പോകാറില്ല. സർക്കാർ ആശുപത്രിയാണ് അവർക്ക് അഭയം. ആഞ്ചലോസിൻ്റെ ഭാര്യ എമിലിയെ ആര് കൊണ്ടുവന്നു KCM ഹോസ്പിറ്റലിൽ? അതിന് തക്ക പൈസ അവർക്ക് എവിടെ നിന്ന് കിട്ടി? ആ കൊച്ചിനെ കൂടി കണ്ടിട്ട് പോണോ മുതലാളി? പൊന്നപ്പൻ ചോദിച്ചു. എൻ്റെ പട്ടിക്ക് കാണേണ്ട അതിൻ്റെ മോന്ത. സൈമൺ തരകൻ്റെ ആട്ടുകേട്ട് ഇടനാഴിയിലൂടെ പോയിക്കൊണ്ടിരുന്ന 2 നേഴ്സുമാർ കൂടെ തിരിഞ്ഞു നോക്കി. ഏലിയാസേ, സൈമൺ തരകൻ വിളിച്ചു. മുതലാളി. ഏലിയാസ് സൈമൺ തരകനെ വണങ്ങി നിന്നു. പ്രശ്നമാണല്ലോടാ. എന്ത് പ്രശ്നം മുതലാളി? എൻ്റെ മോൻ എൻ്റെ വീട്ടിൽ രാജകുമാരനെ പോലെ വളർന്നു വരുമ്പോൾ വേറൊരു പീറച്ചെറുക്കൻ എൻ്റെ പേര് കെടുത്താൻ ചെല്ലിക്കടപ്പുറത്ത് തെണ്ടി നടക്കുമല്ലോടാ. അതെനിക്ക് ക്ഷീണമാ. എന്തു ചെയ്യണമെന്ന് മുതലാളി പറഞ്ഞോ? തന്തയ്ക്ക് പറക്കാത്തവൻ ജീവിച്ചിരിക്കണോടാ? വേണ്ട മുതലാളി. ഇരു ചെവി അറിയാതെ അതിൻ്റെ കണക്ക് തീർത്തേക്കണം. ഏലിയാസും പൊന്നപ്പനും കണ്ണിൽ നോക്കി. മുതലാളി, ഞങ്ങൾ എന്തു ചെയ്യണമെന്ന് പറഞ്ഞാൽ മതി. ഈ ആശുപത്രി വെച്ച് തന്നെ അത് ചത്തുപോയാൽ എന്തെങ്കിലും കുഴപ്പമുണ്ടോടാ? ഒരു കുഴപ്പമില്ല മുതലാളി. രാത്രി എല്ലാവരും ഉറങ്ങിക്കിടക്കുമ്പോൾ ഒരു തോർത്ത് നനച്ച് അതിൻ്റെ മുഖത്തോട്ട് ഇട്ടാൽ പോരെ? ചെയ്യാം മുതലാളി, അങ്ങനെ തന്നെ ചെയ്യാം. എൻ്റെ പേരിന് കരി തേക്കാൻ വേണ്ടി ആ സന്തതി ചെല്ലിക്കടപ്പുറത്തോട്ട് വരില്ല. ശരി മുതലാളി, പൊന്നപ്പൻ പറഞ്ഞു. അല്പം ആലോചിച്ച് അവൻ ചോദിച്ചു. ദേഷ്യപ്പെടില്ലേ മുതലാളി? വിവരക്കേട് കൊണ്ട് ചോദിച്ചു പോണതാ. അതും മുതലാളിൻ്റെ മോനല്ലേ? എടതെണ്ടി, എൻ്റെ തറവാട്ടി എൻ്റെ കെട്ടിയവള് പ്രസവിക്കുന്നത് എൻ്റെ മോൻ. മുള്ളിത്തെറിച്ചുണ്ടായതൊക്കെ എൻ്റെ മോനാണോ എന്ന് പറയാൻ നിനക്കെങ്ങനെ ധൈര്യം വന്നടാ നായേ? ക്ഷമിക്കണം മുതലാളി, വിവരക്കേട് കൊണ്ട് പറഞ്ഞു പോയതാ. സൈമൺ തരകനും അംഗരക്ഷകരും ചെല്ലിക്കടപ്പുറത്തേക്ക് മടങ്ങി. അന്ന് തന്നെ പൊന്നപ്പൻ്റെ ഭാര്യ ലളിത KCM ഹോസ്പിറ്റലിൽ അഡ്മിറ്റായി. ലളിതയ്ക്ക് കലശലായ വയറുവേദന. ലളിതയ്ക്ക് കൂട്ടായി പൊന്നപ്പനും വന്നു ചേർന്നു. എമിലി പ്രസവിച്ചു കിടക്കുന്ന വാർഡും ബെഡും ലളിത പകലെ തന്നെ നോക്കി വെച്ചു. പൊന്നപ്പനെ വിളിച്ചു കാട്ടിക്കൊടുക്കുകയും ചെയ്തു. ആ സമയത്ത് ചെല്ലിക്കടപ്പുറത്ത് സൈമൺ തരകൻ്റെ വക മദ്യസൽക്കാരം പൊടിപൊടിക്കുകയായിരുന്നു. സൈമൺ തരകന് സൽപുത്രൻ ജനിച്ചതിൻ്റെ ആഘോഷം. അടുത്ത ഭാഗം നാളെ.